No, good afternoon all. Good afternoon. Good afternoon. നമ്മുടെ ചാപ്റ്റർ ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് വർക്കോ ആൻഡ് ഫങ്ഷൻസ് ആണോ. എല്ലാവരും PDF ഒന്ന് എടുത്ത് വെക്കുക. ചാപ്റ്റർ 8 ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് വർക്കോ ആൻഡ് ഫങ്ഷൻസ്. അത് ഫസ്റ്റ് മൊഡ്യൂളിലെ ഈ ഒരു ചാപ്റ്റർ കൂടി ഉണ്ട്. അപ്പോൾ അതുകൂടിയാണ് എടുത്തിട്ട് സെക്കൻഡിലേക്ക് പോകാൻ വെച്ചിട്ടാണ്. എല്ലാവരുടെയും കയ്യിലുണ്ടല്ലോ അല്ലെ ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് വർക്ക്ഫ്ലോ ആൻഡ് ഫങ്ഷൻസ്. പറഞ്ഞോളൂ. എല്ലാവരും എടുത്തു അല്ലേ? നിങ്ങൾ കഴിഞ്ഞ അടുത്ത ക്ലാസ് വെന്റിലേറ്റർ ഒക്കെ വായിച്ചു നോക്കിയിരുന്നോ? കുഴപ്പമൊന്നുമില്ലായിരുന്നോ? വായിച്ചിട്ടെങ്കിലും മനസ്സിലായിരുന്നോ? ആരും റെസ്പോണ്ടിലേക്ക് ഒന്നും വന്നില്ലല്ലോ. നമ്മുടെ ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് വർക്ക് ആൻഡ് ഫങ്ഷൻസിന്റെ ചാപ്റ്റർ നമുക്ക് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാം. പുതിയ ചാപ്റ്റർ ആണ്. അപ്പൊ നമുക്കതെടുത്ത് തുടങ്ങാം. തുടങ്ങാലോ? എല്ലാവരും എടുത്തില്ലേ? ഓക്കെ. അപ്പോ ഫ്രണ്ട് ഓഫീസിൽ എന്താ പറയുന്നത് നോക്കാം. ഓക്കെ, ഫസ്റ്റ് പറയുന്നത് നമ്മുടെ ഇൻട്രൊഡക്ഷൻ. ഫ്രണ്ട് ഓഫീസിന്റെ കാര്യം പറയുമ്പോൾ തന്നെ ഹോസ്പിറ്റലായിട്ട് ഞാൻ എപ്പോഴും ക്ലാസ് എടുക്കുമ്പോൾ പറയാറുള്ളത് ഓപ്പറേഷൻ തിയേറ്റർ ആണെങ്കിൽ അവിടേക്ക് അല്ലെങ്കിൽ വെന്റിലേറ്റർ ആണെങ്കിൽ അതുമായി കണക്ട് ചെയ്ത് മനസ്സിലേക്ക് കൊണ്ടുവരിക. ഇതുമാതിരി തന്നെ ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് നമുക്ക് ഹോസ്പിറ്റലില് ഫസ്റ്റ്ലി നമ്മൾ വിസിറ്റ് ചെയ്യുന്ന എൻക്വയറിക്ക് വേണ്ടിയിട്ടൊക്കെ സമീപിക്കുന്ന ഒരു പൈസയായിട്ട് കൺസെപ്റ്റ് അത് ആലോചിച്ചിട്ട് എന്നിട്ട് അവിടെ എന്താ നമ്മൾ സാധാരണ ചെയ്യാറ്, നമ്മുടേതായ പേഷ്യൻസ് അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് എന്നുള്ള രീതിയിൽ അവർ നമുക്ക് ആവശ്യമായിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ അവിടെ ചോദിക്കും. അല്ലെങ്കിൽ നമുക്ക് ചീറ്റ് എടുക്കാനായിട്ട് ഡോക്ടേഴ്സിന്റെ ടൈം അതൊക്കെ കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിച്ചെടുക്കും. അപ്പൊ അവര് കുറെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മളോട് ചോദിക്കും. അതനുസരിച്ച് അവര് നമുക്ക് ടിക്കറ്റ് അല്ലെ നമ്പർ തന്ന് നമുക്ക് ചീട്ട് തരും. അപ്പൊ അത്തരം ഫങ്ഷൻസ് ഒക്കെയാണ് പ്രധാനമായിട്ട് നമ്മള് ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റിൽ ഒക്കെ ചെയ്യുന്നത്. പക്ഷെ അവർ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് കുറെ കാര്യങ്ങൾ കുറെയൊക്കെ എന്താ പറയുക നല്ല സ്കില്ലുള്ള പേഴ്സൺസ് ഒക്കെ ആയിരിക്കണം എന്നൊക്കെ വിവരിക്കുന്ന കുറെ കാര്യങ്ങളാണ് അത് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. കസ്റ്റമേഴ്സ് ആർ കിങ്സ് ആൻഡ് കിങ്സ് നെവർ അണ്ടർസ്റ്റാൻഡ്. ഇതിലെ ഫസ്റ്റ് ഒരു കോട്ടിംഗ് ലൈനിൽ പറയുന്നുണ്ട് കസ്റ്റമേഴ്സ് ആർ കിങ്സ് ആൻഡ് കിങ്സ് നെവർ അണ്ടർസ്റ്റാൻഡ്. ഹോസ്പിറ്റലിൽ വരുന്ന കസ്റ്റമേഴ്സ് എന്ന് പറയുന്ന പേഷ്യൻസ് അല്ലെങ്കിൽ റിലേറ്റീവ്സ് ഒക്കെ നമ്മുടെ ടിക്കറ്റ് എടുക്കാൻ പറ്റുന്ന അല്ലെ ചീറ്റിനെ ഒക്കെ എടുക്കുന്ന വ്യക്തികൾ എന്ന് പറയുന്നത് കിങ്സ് രാജാക്കന്മാരാണെന്ന് പരിഗണിച്ച് അവരെ നമ്മൾ വെൽക്കം ചെയ്യണം. പക്ഷെ അവര് നമുക്ക് സാധാരണ രീതിയിൽ അങ്ങനെയല്ല. പക്ഷെ രാജാക്കന്മാരെ നമ്മൾ എന്താ സാധാരണ ചെയ്യാറ്, നമ്മൾ അവിടെ വെൽക്കം ചെയ്യുമ്പോൾ വളരെ വലിയ തോതിൽ നല്ല റെസ്പെക്ട് കൊടുത്തല്ലേ ബഹുമാനാർത്ഥമൊക്കെയാണ് അവരെ സ്വീകരിക്കുന്നത്. അതാണ് ആ ഫസ്റ്റ് കോട്ടിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Okay, a medical receptionist is an inevitable part of a well-functioning healthcare team. മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് എന്ന് പറയുന്ന ഒരു പേഴ്സൺ, അദ്ദേഹം ഒരു ഇന്നവിറ്റബിൾ പാർട്ടാന്ന് പറയുന്നത്, അതായത് അവിഭാജ്യ ഘടകമാണ്. എന്താ വെൽ ഫങ്ഷനിങ് ഹെൽത്ത് കെയർ ടീം. ഇവിടെ നല്ല പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഹോസ്പിറ്റലിന്റെ ടീമിന്റെ ഒരു അവിഭാജ്യ ഘടകമാണ് ആര് മെഡിക്കൽ റിസപ്ഷനിസ്റ്റ്. Doctors, nurses, and other medical and administrative staff members depend upon the medical receptionist. അതായത് മെഡിക്കൽ റിസപ്ഷനിസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യുകയെന്നോ, അതായത് ഡോക്ടേഴ്സ് നഴ്സുമാരും അല്ലെങ്കിൽ മെഡിക്കലായിട്ട് അവിടെ വർക്ക് ചെയ്യുന്ന ഒത്തിരി വർക്കേഴ്സ് എല്ലാവരും തന്നെ ഈ മെഡിക്കൽ റിസപ്ഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് പറയുന്നത്. അതുകൊണ്ട് അവരെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് പറയുന്നത് നമ്മളിപ്പോ എൻക്വയറി ചെയ്യുന്ന പേഷ്യൻസ് അവര് എൻക്വയറി ചെയ്ത് നമുക്ക് വേണ്ടി ടിക്കറ്റുകൾ എടുക്കുന്നു.
അപ്പൊ ചീട്ട് എടുക്കുമ്പോൾ നമ്മൾ പറയുന്നത് അതിന്റെ ബേസിലാണ് എത്രത്തോളം ഡോക്ടേഴ്സ് മനസ്സിലാക്കുന്നത് എനിക്ക് എത്ര പേഷ്യൻസ് ഉണ്ട്, അല്ലെങ്കിൽ നഴ്സുമാര് മനസ്സിലാക്കുന്ന ഇത്ര പേഷ്യൻസിന് ഇന്ന് ഈ ഡോക്ടറിന് അപ്പോയിന്റ്മെന്റ് ഉണ്ട്, അല്ലെങ്കിൽ ഇന്ന് എന്താ പറയുക സ്കാനിങ് സെന്ററിൽ ഇത്ര പേഷ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ള കുറെ കാര്യങ്ങള് ഇവര് ഡിസൈഡ് ചെയ്യുന്നത് എന്തിന്റെ ബേസിലാണ്? ഈ ഫ്രണ്ടില് റിസപ്ഷനിസ്റ്റ് തരുന്ന ഡാറ്റയുടെ ബേസിലാണ്, റെക്കോർഡ് ചെയ്തിരിക്കുന്ന ഡാറ്റയുടെ ബേസിലാണ്. അതുകൊണ്ടാണ് പറയുന്നത് doctors, nurses and other medical and administrative staffs members depend upon the medical receptionist to create a friendly, welcoming and well-organized front office for patient. പേഷ്യൻസിനോടാണെങ്കിലോ നമ്മളിപ്പോ വരുന്ന പേഷ്യൻസ് നമ്മള് ചീട്ട് എടുക്കാൻ വരുമ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അവരോട് എങ്ങനെയാണ് ഇവർ പെരുമാറുന്നത്? ഫ്രണ്ട്ലി, നല്ല ഫ്രണ്ട്സിനെ പോലെയാണ് ഇവര് തമ്മിലുള്ള ഒരു അറ്റാച്ച്മെന്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഒരു വെൽക്കമിങ് ആൻഡ് വെൽ ഓർഗനൈസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് നമുക്കറിയാം പേഷ്യൻസിന് ഒക്കെ ഒരു എന്താണ് ആർക്ക് വേണ്ടിയിട്ടാണ് ചീട്ട് എടുക്കേണ്ടത്, നിങ്ങൾ നേരത്തെ ഫസ്റ്റ് ടൈം ആണോ നമ്മളോട് ചോദിക്കും അല്ലെ. അപ്പൊ അതാണ് പറയുന്നത് വെൽക്കമിങ്, നല്ലൊരു ആതിഥ്യ മര്യാദയോട് കൂടിയിട്ടുള്ള ഒരു സ്വീകരണമാണ്. അങ്ങനെ വെൽ ഓർഗനൈസ്ഡ് ഫ്രണ്ട് ഓഫീസ് ഫോർ പേഷ്യൻസ് ആൻഡ് ടു ഫെസിലിറ്റേറ്റ് ദ വെൽ ഫങ്ഷനിങ് ഓഫ് ദ ഹോസ്പിറ്റൽ. അതേമാതിരി തന്നെ പേഷ്യൻസ് ഇങ്ങനെ ചീട്ട് എടുക്കുന്നതോടൊപ്പം തന്നെ പേഷ്യൻസും കുറച്ച് കാര്യങ്ങളെല്ലാം ഈ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് കുറെ കാര്യങ്ങളെല്ലാം റിസപ്ഷനിസ്റ്റിൽ നിന്ന് ചോദിച്ചറിയുന്നുണ്ട്. അതായത് എന്തൊക്കെ സൗകര്യം എനിക്ക് ഇന്ന പ്രോബ്ലം ആണ് ഉള്ളത്, അപ്പൊ ഇത്തരത്തിലുള്ള സേവനം ചെയ്യാനായിട്ട് ഇന്ന ഡോക്ടേഴ്സ് ഉണ്ടോ, അല്ലെങ്കിൽ ഇത്ര സ്കാനിങ് സെന്റർ എവിടെയുണ്ടോ, ഇൻ കേസ് ലാബിലാണെങ്കിൽ നമുക്ക് ഇത്ര ടൈമിനുള്ളിൽ നമ്മുടെ റിസൾട്ട് നേടിയെടുക്കാൻ സാധിക്കും, എന്തെങ്കിലും വേറെ എന്തെങ്കിലും നമ്മുടെ ഫെസിലിറ്റീസ് ഉണ്ടോ, ഫിസിക്കലായിട്ട് എന്തെങ്കിലുമൊക്കെ ട്രെയിൻ കിട്ടാവുന്ന ഫെസിലിറ്റീസ് എല്ലാം ഈ ഹോസ്പിറ്റലിൽ ഉണ്ടോ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്താണ് ഈ പേഷ്യൻസും റിസപ്ഷനോട് ചോദിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ആൻഡ് ടു ഫെസിലിറ്റേറ്റ് ദ വെൽ ഫങ്ഷനിങ് ഓഫ് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിന്റെ നല്ല ഫങ്ഷനിങ് കൂടി അവർക്ക് സൗകര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പേഷ്യൻസിന് പറഞ്ഞു കൊടുക്കുന്നതും ആരാണ് പറയുന്നത്? റിസപ്ഷനിസ്റ്റ് ആണ് പറയുന്നത്. ഒരു ചെറിയൊരു പാരഗ്രാഫ്, അതായത് വലിയ സെന്റൻസും കൂടിയിട്ടാണ്. മെയിൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി റിസപ്ഷനിസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഡിപെൻഡന്റ് പേഴ്സൺ ആണ്. ആർക്കൊക്കെ? ഡോക്ടേഴ്സിന്, നഴ്സിന്, അല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും ഒരു ഡിപെൻഡബിൾ ആയിട്ടുള്ള പേഴ്സൺ ആണ്. അതുകൊണ്ട് തന്നെ ഇന്നവേറ്റബിൾ പാർട്ടാണ്. അത് ഈ റിസപ്ഷനിസ്റ്റ് എന്ന് പറയുന്നത് ഒരു അവിഭാജ്യ ഘടകമാണെന്ന് പറയുന്നു. പിന്നെന്താ പറയുന്നത്? അതേമാതിരി തന്നെ നമ്മുടെ റിസപ്ഷനിസ്റ്റ് പേഷ്യൻസിനോടൊക്കെ എന്താ ഫ്രണ്ട്ലി, നല്ല മര്യാദയോട് കൂടിയിട്ടൊക്കെയാണ് അവരെ വെൽക്കം ചെയ്തുകൊണ്ട് കാര്യങ്ങളെല്ലാം ഇൻഫർമേഷൻസ് ഒക്കെ അവരോട് കളക്ട് ചെയ്യേണ്ടത് എന്ന് പറയുന്നു. ഒപ്പം തന്നെ ഈ ഹോസ്പിറ്റലിന്റെ നല്ല പ്രവർത്തനങ്ങളെല്ലാം ഈ റിസപ്ഷനിസ്റ്റ് വഴിയാണ് നമ്മുടെ പേഷ്യൻസിനൊക്കെ അറിയിച്ചു കൊടുക്കുന്നത് കൂടി എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഫസ്റ്റ് പാരഗ്രാഫ് നിങ്ങൾ ക്യാച്ച് ചെയ്തോ? ഇതേ ചാപ്റ്റർ ആണ്. ഫസ്റ്റ് പാരഗ്രാഫ് ക്യാച്ച് ചെയ്തോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഒന്നുകൂടി പറയാമോ ചോദിക്കുന്നുണ്ട്. ഓക്കെ, ഒന്നുകൂടി പറയാം. എന്താണ് ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്ന് പറയുന്നത് മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് എന്ന് പറയുന്നത് ഓക്കെ, മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് എന്ന് പറയുന്നത് ഒരു മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് ആണ് ഇന്നവേറ്റബിൾ പാർട്ട് ഓഫ് വെൽ ഫങ്ഷനിങ് ഹെൽത്ത് കെയർ ടീമിന്റെ. അതായത് അവിടെ വർക്ക് ചെയ്യുന്നവരെ ഒക്കെ എല്ലാം എന്താണ് ഒരു അവിഭാജ്യ ഘടകമാണ് റിസപ്ഷനിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന പേഴ്സൺ എന്നുള്ളത്. ഡോക്ടേഴ്സ്, നഴ്സസ് ആൻഡ് അതർ മെഡിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ് മെമ്പേഴ്സ് ഡിപെൻഡ് അപ്പോൺ ദ മെഡിക്കൽ റിസപ്ഷനിസ്റ്റ്. മെഡിക്കൽ റിസപ്ഷനിസ്റ്റിനെ ഡിപെൻഡ് ചെയ്തിട്ടാണ് ഡോക്ടേഴ്സ്, നഴ്സുമാരൊക്കെ അവരുടെ ഡ്യൂട്ടിയില് അതൊക്കെ ക്രമീകരിക്കുന്നത് അല്ലെ. ഇത്ര പേഷ്യൻസ് ഉണ്ട്, ഇത്ര സ്കാനിങ് കാര്യങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഇത്ര മെഡിസിൻസ് വേണം. അതായത് ഇവിടെ വരാൻ പോകുന്ന പേഷ്യൻസിന്റെ ആവശ്യങ്ങൾ തീരുമാനിക്കുന്നതനുസരിച്ചാണ് ആ ഹോസ്പിറ്റലിലെ ബാക്കിയുള്ള വർക്കേഴ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അല്ലെ. ഈ പേഷ്യൻസിന് ഇത്ര ഡോക്ടർ കാണണം, അല്ലെങ്കിൽ ഈ പേഷ്യൻസിനെ ഇനി ഡോക്ടർ ഡിസൈഡ് ചെയ്യാൻ അവിടേക്ക് സ്കാൻ ചെയ്യാൻ പോകണം, അല്ലെങ്കിൽ എക്സ്റേ എടുക്കണം, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അതെല്ലാം എന്താണ് ഇതിന്റെ ഫസ്റ്റ്ലി അവർ കൊടുക്കുന്ന ഇതിന്റെ ഡേറ്റയുടെ ബേസിലാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കുള്ളൂ. ഡോക്ടേഴ്സിന്, നഴ്സുമാര് ആൻഡ് അതർ മെഡിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അല്ലെ.
അപ്പൊ അത് പറയുന്നു. Then next എന്താ പറയുന്നത്, മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് ക്രിയേറ്റ് ഫ്രണ്ട്ലി വെൽക്കമിങ് ആൻഡ് വെൽ ഓർഗനൈസ്ഡ്. അതായത് പേഷ്യൻസിനേക്ക് ആണെങ്കിൽ ഓഫീസിൽ ഇരിക്കുന്ന ആ റിസപ്ഷനിസ്റ്റ് നല്ല രീതിയിലാണ് വെൽക്കം ചെയ്തിട്ട് അവരിലേക്ക് ആവശ്യമായ ഡാറ്റാസ് എല്ലാം കളക്ട് ചെയ്യുന്നതും സ്വീകരിക്കുന്നതും അവർ കൊടുക്കുന്ന ഇൻഫോർമേഷൻസ് അല്ലേ മതിയായ കാര്യങ്ങളൊക്കെ അവർ ചോദിക്കുന്നുണ്ട്. റിസപ്ഷനിസ്റ്റ് ചോദിക്കും ആരെ കാണണം, നിങ്ങളുടെ ഏജ് എത്രയാ, നിങ്ങൾ ഇവിടെ വരുന്നത് ഫസ്റ്റ് ടൈം ആണോ, നിങ്ങൾക്ക് എന്താണ് ഡിസീസ്, ആരെയും ഏത് ഡോക്ടറെയാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്, അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ അവർ ചോദിക്കും. അപ്പൊ അതൊക്കെ എന്താണ് നല്ല വിനയത്തോടും എളിമയോടും കൂടി പിന്നെ അവർക്ക് മനസ്സിലാവുന്ന രീതിയിലും കൂടിയാണ് ചോദിക്കേണ്ടതെന്ന് പറയുന്നു. Then facilitate the well functioning of the hospital. ഹോസ്പിറ്റലിന്റെ ഫംഗ്ഷനിങ് അല്ലെ, ഇവിടെ ഈ ഹോസ്പിറ്റലിൽ ഇന്ന പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള കാര്യം കൂടി നമ്മുടെ പേഷ്യൻസിനെ പറഞ്ഞു കൊടുക്കുന്നതും ആരാണെന്ന് പറയുന്നു, റിസപ്ഷനിസ്റ്റ് ആണെന്ന് പറയും. ഫസ്റ്റ് പാരഗ്രാഫില് അതാണ് വിവരിച്ചത്. ക്ലിയർ ആയോ? കണ്ടിന്യൂ ചെയ്യാമോ? ക്ലിയർ ആയോ? കണ്ടിന്യൂ ചെയ്യട്ടെ? യെസ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് പോയിന്റിലേക്ക് പോകാം. പ്രിൻസിപ്പൽ ഫങ്ഷൻസ് ഓഫ് ഫ്രണ്ട് ഓഫീസ്. ഓക്കെ, ഗുഡ്. നമുക്ക് നോക്കാം, കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, പ്രിൻസിപ്പൽ ഫങ്ഷൻസ് ഓഫ് ഫ്രണ്ട് ഓഫീസ് എന്താണ്? ദ നീഡ് ഫോർ പ്രൊഫഷണലി ട്രെയിൻഡ് ഹോസ്പിറ്റൽ ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ്. എന്തൊക്കെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളാണ് നമ്മുടെ ഫ്രണ്ട് ഓഫീസിലെ വ്യക്തി ചെയ്യുന്നത് നമ്മുടെ ഹസ്ബൻഡ് പറയുന്നു. The need for professionally trained hospital front office executive. Front office executive ആയിരിക്കുന്ന വ്യക്തി എന്താണ്, അദ്ദേഹത്തിന് പ്രൊഫഷണലി ആയിട്ടുള്ള ട്രെയിനിങ് അല്ലെ, അതിന്റെ തൊഴിൽപരമായിട്ടുള്ള ആ ഒരു ട്രെയിനിങ് കിട്ടിയിട്ടുണ്ടായിരിക്കണം എന്നുള്ളതാണ്. നോക്കാം എന്താണെന്നുള്ളത്. Different from other service industry, the hospital is where people come to visit when either or their close ones are unwell. അതായത് അതർ ഇൻഡസ്ട്രി, മറ്റ് ഇൻഡസ്ട്രിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മളുടെ മറ്റ് ഇൻഡസ്ട്രിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മുടെ ഓഫീസിലാണെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് നമുക്ക് എന്താണ് കറക്റ്റ് ആയിട്ട് ഒരു ട്രെയിനിങ് ഉണ്ടായിരിക്കണം. കാരണം നമ്മളെ മറ്റ് റിസപ്ഷനിസ്റ്റ് ആണെങ്കിൽ അവർക്ക് ചിലപ്പോൾ ചില കഴിവുകളുടെ ഒന്നും ആവശ്യകത ഉണ്ടാവണമെന്നില്ല. അപ്പൊ എന്താണ് അവർക്ക് ചില വ്യക്തികൾ മറ്റു റിസപ്ഷനിസ്റ്റിനെ പോലെയല്ല, ഇവർക്ക് ചില കഴിവുകളെല്ലാം പ്രധാനമായിട്ട് വേണം. കാരണം നമുക്ക് തന്നെ അറിയാം, ഹോസ്പിറ്റൽ ആയതുകൊണ്ട് ചില ഹോസ്പിറ്റലിനെ കുറിച്ചിട്ട് അത്യാവശ്യം ഡീറ്റെയിൽസ് ഒക്കെ അറിഞ്ഞിരിക്കണം. അതേമാതിരി പേഷ്യൻസിനെ ചോദിച്ചറിയാനുള്ള ഒരു പ്രത്യേക ക്യാരക്ടർ അല്ലെ, അതിനുള്ള ഒരു പ്രത്യേക കഴിവൊക്കെ ഇവർക്ക് ഉണ്ടായിരിക്കണം. ചാപ്റ്റർ 8 ആണ് ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് ഫ്ലോ ആൻഡ് ഫങ്ഷൻസ്. ഓക്കെ, അപ്പൊ നമ്മള് എന്താ പറയുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും വരുന്നത്. അതുകൊണ്ട് ഡിഫറെന്റ് ഫ്രോം അതർ സർവീസ്, മറ്റു ഒരു ഇൻഡസ്ട്രിയിൽ നിന്ന് വ്യത്യസ്തമാണ് എന്ന് ഹോസ്പിറ്റൽ ഫ്രണ്ട് ഓഫീസിൽ ഇരിക്കുന്ന വ്യക്തി എന്ന് പറയുന്നു. The hospital is where people come to visit when either or their close ones are unwell. അതായത് അവര് നമുക്കറിയാം, ഹോസ്പിറ്റലിൽ വരുന്നവരെന്ന് പറയുന്നത് ചിലപ്പോൾ എല്ലാവരും നല്ല മൂഡിലായിരിക്കില്ല. അല്ല, അവർക്ക് ചിലപ്പോൾ അസുഖങ്ങളുടേതായ കുറെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും. ചിലപ്പോൾ വേദനകൾ ഉണ്ടാവും, ചിലപ്പോൾ ഭയങ്കര ഇഷ്യൂ ഉണ്ടാവും, ചിലപ്പോൾ ഭയങ്കര ഉത്കണ്ഠയായിരിക്കും. എന്തായിരിക്കും അല്ലെ, എനിക്ക് എന്താ പ്രോബ്ലം എന്നുള്ള കുറെ തരത്തിലുള്ള ഓരോ ഫീലിങ്സുകൾ അല്ലെ അവർക്ക് ഉണ്ടാകും. ഇപ്പൊ ഇമോഷൻസ് ഒക്കെ ഉള്ള വ്യക്തികളായിരിക്കും പേഷ്യൻസ്. അപ്പൊ അവരൊക്കെ കൈകാര്യം ചെയ്യുക എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ എല്ലാ തരത്തിലുള്ള റിസപ്ഷനെ പോലെ ആയിരിക്കരുത് നമ്മുടെ ഹോസ്പിറ്റലിലെ റിസപ്ഷനിസ്റ്റ് ആയിരിക്കേണ്ടത്. This makes the people come to the hospital impatient, anxious and curious. അതായത് ഇതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ അവർക്ക് എന്തെങ്കിലും വൈകാരികളൊക്കെ വരുമ്പോൾ അവരെന്താണ് ചിലപ്പോൾ ഹോസ്പിറ്റലിലേക്ക് വരുന്നത് ചിലപ്പോൾ അക്ഷരമായിരിക്കും അല്ലെ, ക്ഷമയൊന്നും ഉണ്ടാവില്ല. അവർക്ക് ചില കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാനൊക്കെ ഭയങ്കര ഇതായിരിക്കും. അപ്പൊ അതിനനുസരിച്ചായിരിക്കണം റിസപ്ഷനിസ്റ്റ് മറുപടികളൊക്കെ കൊടുക്കേണ്ടത്. അവർ എന്ത് കാര്യങ്ങൾ ചോദിച്ചറിയേണ്ടതും ആവശ്യമാണ്. അതേമാതിരി തന്നെ അവർക്ക് എന്തെങ്കിലും കാര്യം അറിയാനുള്ള ജിജ്ഞാസ ഉണ്ടാവും, ഉത്കണ്ഠ ഉണ്ടാവും, എന്തായിരിക്കാവോ, എന്താണാവോ സംഭവിക്കാൻ പോണത്, അങ്ങനെയൊക്കെ ഉള്ള ഒരു ജിജ്ഞാസയും ഉത്കണ്ഠയൊക്കെ ഇവരുടെ മൈൻഡിൽ ഉണ്ടാവും, മനസ്സിലുണ്ടാവും. Here comes the importance or necessity of handling such patients or their family members with more professionalism, sympathy, empathy, and courtesy, following all hospital operational protocols. Okay, anxious ആയിട്ടുള്ള പേഷ്യൻസ് ആയിരിക്കും എന്ന് പറയുന്നത്. അതെന്തുകൊണ്ടാണ് നമ്മള്
സാധാരണ രീതിയിലുള്ള ഒരു പ്രത്യേകതയല്ല. അവർക്ക് അവരുടേതായ പേഷ്യൻസ് ആയിരിക്കും, ആകാംക്ഷാഭരിതരായിരിക്കും. കാരണം ആൻഷ്യസ് എന്ന് പറയും. QPS എന്ന് പറയുന്ന ജിജ്ഞാസയോടുകൂടിയുള്ള പേഷ്യൻസ് ആയിരിക്കും. എന്തെങ്കിലും അറിയാനുള്ള ഒരു ജിജ്ഞാസയായിരിക്കും. ഉത്കണ്ഠയും അതേപോലെ തന്നെ ജിജ്ഞാസയും ഏതാണ്ട് അതേ മീനിങ് തന്നെയാണ് വരുന്നത്. അവരുടെ ആ മൈൻഡ് വേരിയേഷൻ ഉണ്ടാകും എന്നുള്ളതാണ്. ഹിയർ കംസ് ദി ഇമ്പോർട്ടൻസ് ഓർ നെസസിറ്റി ഓഫ് ഹാൻഡ്ലിംഗ് സച്ച് പേഷ്യൻസ്. ആ പേഷ്യൻസിന്റെ വേറൊരു പ്രത്യേകത അവര് ഹാൻഡിൽ ചെയ്യാനായിട്ട് നമ്മൾ എന്തായിരിക്കണം, ഫാമിലി മെമ്പേഴ്സിനെ പോലെ ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അവരെപ്പോ നമ്മള് ഫാമിലി മെമ്പേഴ്സിനെ പോലെ ആയിരിക്കണം അവരെ നമ്മൾ ഹാൻഡിൽ ചെയ്യാനായിട്ട്. ഇത് മോർ പ്രൊഫഷണലിസം. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ തൊഴിലിന്റെ നൈപുണ്യം അവർക്ക് ഉണ്ടായിരിക്കണം. സിമ്പതി, ചിലപ്പോഴൊക്കെ അവരോട് ദയ കാണിക്കണം. എമ്പതി ആൻഡ് കർട്ടസി സെയിം മീനിങ് അല്ലെ. നമ്മുടെ ധൈര്യം ഉണ്ടാവണം, കരുണ ഉണ്ടാവണം, അതേപോലെ വിനയം ഉണ്ടാവണം. അവരോടൊക്കെ കുറെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാനായിട്ടുള്ള ഒരു കഴിവ് ഒരു നാച്ചുറലി നമ്മുടെ ഓഫീസിൽ ഇരിക്കുന്ന റിസപ്ഷനിസ്റ്റിന് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഹോസ്പിറ്റൽ ഓപ്പറേഷൻ പ്രോട്ടോകോൾസ്. പക്ഷെ പ്രത്യേകത വേറെ എന്താണ്, ഇതെല്ലാം ഉണ്ടായിരിക്കുന്നതോടൊപ്പം തന്നെ ഇവരെല്ലാം കളക്ട് ചെയ്യേണ്ടത് എന്താണോ, നമ്മുടെ ഹോസ്പിറ്റലിന്റെ പ്രോട്ടോകോൾ അനുസരിച്ചാണ് ഇവരെല്ലാ കാര്യങ്ങളും കളക്ട് ചെയ്യേണ്ടത് അല്ലെ. നമ്മളിപ്പോ റിസപ്ഷനിസ്റ്റ് ഇരിക്കുന്ന വ്യക്തിക്കുള്ള പ്രത്യേകത ചിലപ്പോ അവരെ ഫോൺ കോൾ അങ്ങനെ ചെയ്യണ്ടാവും, ചിലപ്പോൾ വേറെ ഡോക്ടേഴ്സിനെ ചോദിക്കുമ്പോൾ അവർക്ക് മറുപടി കൊടുക്കുന്നുണ്ടാവും. അതോടൊപ്പം തന്നെയായിരിക്കും പേഷ്യൻസ് വന്ന കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അവരുടെ ആ മൈൻഡിനനുസരിച്ച് ഇവർക്ക് എന്താ പറയുക, ചിലപ്പോ സിമ്പതിയോട് കൂടിയിട്ടോ അല്ലെങ്കിൽ നമ്മളെ വിനയത്തോട് കൂടിയിട്ടോ അല്ലെങ്കിൽ ചില വിവരങ്ങൾ പറഞ്ഞു കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പൊ അത് എന്താണോ അവർക്ക് ആവശ്യമുള്ളതനുസരിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ടും, ഒപ്പം തന്നെ നമ്മുടെ ചില വ്യക്തികൾക്ക് ചിലപ്പോഴെങ്കിൽ ഇരിക്കാനായിട്ട് ചെയർ ഹെൽപ്പ് കൊടുത്തിട്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ അവിടെ പോയിരുന്നോളൂ, ഞങ്ങൾ ഓക്കെ ആയിക്കോളാം ഡോക്ടേഴ്സിന്. കാരണം അത് പേഷ്യൻസിന്റെ ലെവൽ അനുസരിച്ച് ഇവർക്ക് അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഹോസ്പിറ്റലിന്റെ പ്രോട്ടോകോൾ അനുസരിച്ച് മര്യാദ കാണിക്കേണ്ട ഒരു കപ്പാസിറ്റി ഇവർക്ക് ഉണ്ടായിരിക്കും. ഓക്കെ, അതെല്ലാം നമ്മൾ ഇന്നത്തെ വിവരിച്ച് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പേഴ്സൺ മറ്റ് ഇൻഡസ്ട്രിയിലെ സർവീസ് യൂണിയനിലെ റിസപ്ഷനിസ്റ്റിന്റെ സേവനമല്ല ചെയ്യുന്നത്, ഹോസ്പിറ്റലിലെ റിസപ്ഷനിസ്റ്റിന്റെ സേവനമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇത്തരത്തിലുള്ള കഴിവ് കൂടി ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് പ്രത്യേകം എടുത്ത് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് പാരഗ്രാഫ് നിങ്ങൾ നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. കുഴപ്പമില്ലെങ്കിൽ ക്ലിയർ ആണെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം. ക്ലിയർ ആണോ? ഫസ്റ്റ് നമ്മൾ ഈ പേഷ്യൻസിന് റിസപ്ഷനിസ്റ്റ് ഉണ്ടായിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് പാരഗ്രാഫ് ഓക്കെ കണ്ടിന്യൂ ചെയ്യാം. നെക്സ്റ്റ് പാരഗ്രാഫ് എന്താ നോക്കാം. The front office is a department of the hospital which directly makes the contact with the patients where they first arrive. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന മാതിരി നമ്മുടെ ഫസ്റ്റ് അതല്ലേ ആദ്യമായി തന്നെ ഹോസ്പിറ്റലിൽ പ്രവേശിക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റാണ്. The staff of this department are directly ഫാമിലി മെമ്പേഴ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞു, അതുകൊണ്ട് തന്നെ ഈ ഡിപ്പാർട്ട്മെന്റിലുള്ള റിസപ്ഷനിസ്റ്റ് ഒരു ഫാമിലി മെമ്പറിനെ പോലെ തന്നെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിവുള്ളായിരിക്കണം അല്ലെ, കഴിവുള്ള വ്യക്തിയായിരിക്കണം. It function as a central point of contact across the organization. ഇവരുടെ പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു സെൻട്രൽ പോയിന്റ് ആണ്, കോൺടാക്ട് അക്രോസ് ദ ഓർഗനൈസേഷൻ. അതായത് ഹോസ്പിറ്റൽ എന്ന ഓർഗനൈസേഷന്റെ ഒരു സെൻട്രൽ പോയിന്റ് ആയിട്ടാണ് ഇവർ വർദ്ധിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞത് റിസപ്ഷനിസ്റ്റ് ആണ് പേഷ്യന്റിൽ നിന്ന് ഇൻഫോർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്തിട്ട് ഇവർക്ക് ഡോക്ടേഴ്സ് എത്രത്തോളം ഡോക്ടേഴ്സിനൊക്കെയാണ് ഈ പേഷ്യൻസ് ഒക്കെ ഉള്ള എന്നുള്ള കാര്യങ്ങൾ അറിയിക്കുന്നത്. എന്റെ വീഡിയോ ഓഫ് ആയിട്ടുണ്ടോ? എന്നെ കാണാൻ പറ്റുന്നില്ലേ എല്ലാവർക്കും? ഒന്ന് പറയുന്നുണ്ട്. എനിവേ അറിയില്ല, നിങ്ങളുടെ നെറ്റ് ഇഷ്യൂ ആയിരിക്കും. എല്ലാവർക്കും തന്നെ കാണാൻ പറ്റുന്നുണ്ട്, പക്ഷെ എന്തെങ്കിലും നെറ്റ് ഇഷ്യൂ ആയിരിക്കും കാണാൻ പറ്റാത്തത്. നോക്കാം എന്താന്നുള്ളത്, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. എന്താണ് ഇത് ഫങ്ഷൻസ് ഓഫ് സെൻട്രൽ പോയിന്റ് ആയിട്ടാണ് വർദ്ധിക്കുന്നതെന്ന് പറയുന്നു. കാരണം എന്തുകൊണ്ടാണ്? ഇവരുടെ റിസപ്ഷനിസ്റ്റിന് കിട്ടുന്ന ഡയറ്റേഴ്സിന്റെ ബേസിലാണ് എന്താണ് ഡോക്ടേഴ്സ് നഴ്സുമാരൊക്കെ അവരുടെ ഡ്യൂട്ടീസ് ഒക്കെ ക്രമപ്പെടുത്തുന്നത്. Then the department maintains information and records of all the patients of the hospital.
ഡിപ്പാർട്ട്മെന്റുകളെല്ലാം തീരുമാനമെടുക്കുന്നതല്ലേ ഇൻഫോർമേഷൻസ് എല്ലാ ഡിപ്പാർട്ട്മെന്റിലേക്കും പോകും. നമ്മളിപ്പോ വോയിസ് ബ്രേക്ക് കാണാം. വോയിസും ക്ലിയർ അല്ലേ? നിങ്ങൾ ഏതെങ്കിലും ഒരു പേഴ്സന്റെ ആയിരിക്കും ക്ലിയർ ആണെന്ന് പറയുന്നുണ്ടല്ലോ. എനിവേ എന്തെങ്കിലും നെറ്റ് ഇഷ്യൂസ് ആയിരിക്കും. ഭൂരിഭാഗം പേർക്കും ക്ലിയർ ആണെന്ന് പറയുന്നുണ്ട്. മേ ബി നെറ്റ് ഇഷ്യൂ ആയിരിക്കാം. ഓക്കെ, നമുക്ക് നോക്കാം. എനിവേ എന്തെങ്കിലും സൗണ്ട് ഇഷ്യൂസ് ആയെന്നൊന്നും അറിയില്ല. എന്തായാലും ഞാൻ ഏറ്റവും കൂടി സൗണ്ട് കൂട്ടി പറയാം. നമുക്ക് എന്താണ് നമ്മൾ എന്താ പറഞ്ഞ അവസാനിപ്പിച്ചത്? നമ്മുടെ ഓൾസോ പ്ലേസ് ഇമ്പോർട്ടന്റ് റോൾ ഇൻ ഫോമിംഗ് ഓവറോൾ ഇംപ്രഷൻ ഓഫ് ദ സർവീസ് പ്രൊവൈഡഡ് ബൈ ദ ഓർഗനൈസേഷൻ. അതായത് സെൻട്രൽ പോയിന്റ് ആയിട്ട് ഇവര് വർദ്ധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റ് മെയിൻറ്റെയിൻസ് ഇൻഫോർമേഷൻസ് ആൻഡ് റെക്കോർഡ്സ്. ഡിപ്പാർട്ട്മെന്റുകൾ ഓരോ ഡിപ്പാർട്ട്മെന്റുകളും അതിന്റെ ഇൻഫോർമേഷൻസ് അനുസരിച്ചിട്ടാണ് അവരുടെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് അല്ലെ? നമുക്കറിയാം ഇവിടെ ഇൻഫോർമേഷൻസ് കൊടുക്കുന്നതനുസരിച്ച് അവര് ഏത് ഡിപ്പാർട്ട്മെന്റിലേക്കാണോ ഈ വ്യക്തിയുടെ ഇൻഫോർമേഷൻസ് പാസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഇപ്പോ എന്താ പറയുക സൈറ്റ് വഴിയായതുകൊണ്ട് നമ്മൾ കമ്പ്യൂട്ടറൈസ്ഡ് ആയതുകൊണ്ട് അവര് സൗണ്ട് ഉണ്ട്, വോയിസ് ക്ലിയർ ആവുന്നില്ല എന്ന് പറയുന്നത്. എല്ലാവർക്കും എങ്ങനെയാണെന്ന് അറിയില്ല. നോക്കാം, നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് നോക്കാം. എന്തെങ്കിലും ഇത്തിരി കൂടി വിഷയമാണെങ്കിൽ നമ്മൾ ഇൻഫോം ചെയ്യാം. ക്ലിയർ ആണെന്നും പറയുന്നത്. എന്തായാലും കണ്ടിന്യൂ ചെയ്യാം. എനിവേ ആർക്കെങ്കിലും ഇച്ചിരി കൂടി പ്രശ്നം ഉണ്ടായെങ്കിൽ നമുക്ക് നോക്കാം, അവിടെ ഇൻഫോം ചെയ്യാം. അപ്പൊ അതിലെന്താ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇൻഫോർമേഷൻസ് റെക്കോർഡ്സുകൾ നമ്മൾ ഇൻഫോർമേഷൻ കൊടുക്കുന്ന ഇൻഫോർമേഷൻസ് റെക്കോർഡ് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് ഈ ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും ഇത് കണക്ട് ചെയ്യും അല്ലെ? നമ്മള് ചാപ്റ്റർ ചെയ്തിട്ട് അപ്പൊ ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും ചെയ്യും, കണക്ട് ചെയ്യും. ഇന്ന പേഷ്യന്റ് ആണ്, അപ്പൊ ഈ ഡിപ്പാർട്ട്മെന്റ് ഇപ്പൊ നമുക്കറിയാം ന്യൂറോളജി ഉണ്ട്, നെഫ്രോളജി ഉണ്ട്, കാർഡിയോളജി ഉണ്ട്, അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെന്റ് ബേസ്ഡ് ആയിട്ടാണ് ഇപ്പൊ പേഷ്യൻസിനെ അവർ കൈകാര്യം ചെയ്യുന്നു. അപ്പൊ അത് ഏത് ഡിപ്പാർട്ട്മെന്റിലേക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റിസപ്ഷനിസ്റ്റ് കൊടുക്കും, അതനുസരിച്ച് ആ ഡിപ്പാർട്ട്മെന്റിലേക്ക് അത് കൈകാര്യം ചെയ്യും. അതുകൊണ്ടാണ് പറയുന്നത് ഡിപ്പാർട്ട്മെന്റ് മെയിൻറ്റെയിൻസ് ഇൻഫോർമേഷൻ ആൻഡ് റെക്കോർഡ്സ് ഓഫ് ഓൾ ദ പേഷ്യൻസ് ഓഫ് ദ ഹോസ്പിറ്റൽ. ഓരോ ഡിപ്പാർട്ട്മെന്റുകളും അത് കൈകാര്യം ചെയ്യും ഇവരുടെ ഇൻഫോർമേഷൻസിന്റെ ബേസിൽ. Then it also plays an important role in forming overall impressions of the service provided by the organization. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ ആ റിസപ്ഷനിസ്റ്റിലെ ചെന്ന പേഷ്യന്റ് അവരുടെ ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞ് കഴിയുമ്പോൾ ഇന്ന ഡോക്ടറെ നിങ്ങൾക്ക് കാണാം. അതേമാതിരി തന്നെ അവര് റിസപ്ഷനിസ്റ്റ് പറയും ഈ ഡോക്ടറിനെ കാണാനായിട്ട് സാധിക്കും, നിങ്ങൾക്ക് സ്കാൻ ചെയ്യണമെങ്കിൽ ഇങ്ങനെ ഫെസിലിറ്റീസ് ഇവിടെ ഉണ്ട്, അതേമാതിരി തന്നെ എക്സ്റേ എടുക്കണമെങ്കിൽ ഇങ്ങനെയുള്ള സൗകര്യമുണ്ട്, ലാബിൽ ഇങ്ങനെ നിങ്ങൾക്ക് പോയി ഇത് ചെയ്യാം, അതല്ലെങ്കിൽ എന്തെങ്കിലും ഫിസിയോതെറാപ്പി അല്ലെങ്കിൽ അത്തരത്തിലുള്ള സേവനങ്ങളൊക്കെ ഹോസ്പിറ്റലിൽ ഉണ്ടെങ്കിൽ അതൊക്കെ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് ഇറ്റ് ഓൾസോ പ്ലേ ആൻ ഇമ്പോർട്ടന്റ് റോൾ ഇൻ ഫോമിംഗ് ഓവറോൾ ഇംപ്രഷൻ ഓഫ് ദ സർവീസ് പ്രൊവൈഡഡ് ബൈ ദ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷന്റെ മൊത്തത്തിലുള്ള സർവീസ് അല്ലെ, ആ ഹോസ്പിറ്റലിന്റെ മൊത്തത്തിലുള്ള സേവനങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യം കൂടി ഇവർക്ക് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് സാധിക്കും. ഇതിന് നമ്മള് റിസപ്ഷനിസ്റ്റിന് സാധിക്കുമെന്ന് പറയുന്നു. ഓക്കെ, ഇറ്റ് ഈസ് ഓൾസോ പ്ലേ ഇമ്പോർട്ടന്റ് റോൾ ഇൻ ഫോമിംഗ് ഓവറോൾ ഇംപ്രഷൻ ഓഫ് ദ സർവീസ് പ്രൊവൈഡഡ് ബൈ ദ ഓർഗനൈസേഷൻ. ഹോസ്പിറ്റൽ എന്തൊക്കെയാണ് സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യം പേഷ്യൻസിനെ അറിയിക്കാനും ഇവർക്ക് സാധിക്കും എന്ന് പറയുന്നു. ഓക്കെ, സെക്കൻഡ് പാരഗ്രാഫിൽ എങ്ങനെയാണ് പറയുന്നത്? അതായത് ഫസ്റ്റ് ഡേ റിവ്യൂ ചെയ്തതാണ്. സെക്കൻഡ് പോയിന്റ് പറയുന്നത് ഫാമിലി മെമ്പേഴ്സിനെ പോലെ വർദ്ധിക്കണമെന്ന് പറയുന്നു. തേർഡില് എന്താ പറയുന്നത്? സെൻട്രൽ പോയിന്റ് ആയിട്ട് അല്ലെ ഡോക്ടേഴ്സ് അവരൊക്കെ ഡിസൈഡ് ചെയ്യുന്നത് ഈ റെക്കോർഡ് ചെയ്യുന്ന ഇൻഫോർമേഷൻസ് ബേസിലാണ്. അതേപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റുകൾ ഓരോ ഡിപ്പാർട്ട്മെന്റിനും അറിയാൻ പറ്റും ഇനിയുള്ള പേഷ്യൻസ് ആണ്, അവർക്ക് ഇത്തരത്തിലുള്ള ഉപകരണങ്ങൾ ചിലപ്പോൾ ആവശ്യമായിട്ട് വരും, ഡയാലിസിസ് ഒക്കെ നടത്തുന്നവരും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അല്ലെ, ഇൻ കേസ് ക്യാൻസർ സെന്ററിലാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും എക്യുപ്മെന്റ്സിന്റെ ഒക്കെ ആവശ്യകതയുണ്ട്, അതൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്യാനൊക്കെ സാധിക്കും. അപ്പൊ ഇതെല്ലാം എന്താണ് ഈ റിസപ്ഷനിസ്റ്റ് കൊടുക്കുന്ന ഇൻഫോർമേഷൻസിന്റെ ബേസിലാണ്. ഇനി അതുപോലെ തന്നെ ഇവർ പറയുന്നുണ്ട് ഓവറോൾ ഇംപ്രഷൻ, അതായത് ഹോസ്പിറ്റലിനെ കുറിച്ചിട്ടുള്ള അവരുടേതായിട്ടുള്ള ഫെസിലിറ്റീസ് എന്തൊക്കെ സൗകര്യങ്ങളാണ് ഈ ഹോസ്പിറ്റലിൽ ഉള്ളത് എന്നുള്ളത് പേഷ്യൻസിനെ അറിയിക്കുന്നത് കൊണ്ട് ഓവറോൾ ഇംപ്രഷൻ കൊടുക്കാനായിട്ടും ഈ റിസപ്ഷനിസ്റ്റിനെ സാധിക്കും എന്നതാണ്. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണോ? എങ്കിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം.
Then next പാരഗ്രാഫിൽ പറയുന്നു ക്ലിയർ ചെയ്യാം. Then next clear ആണെന്ന് പറയുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം. The front desk position is often the first person that the patients or their well-wishers interact with contacting with the hospital. അതായത് നമ്മള് വിഷസോട് കൂടിയിട്ട് അല്ലെ നമ്മള് പേഷ്യൻസിനെ എല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് നല്ല ഒരു വിഷസ് നല്ലൊരു ഗുഡ് മോർണിംഗ് ടെലഗ്രാഫിനെ ഒക്കെ കൊടുത്ത് അവരെ നല്ല രീതിയിലാണ് നമുക്ക് ഇങ്ങനെ പോലെ സ്വീകരിക്കണം എന്ന് പറഞ്ഞത്. അപ്പൊ ഫസ്റ്റ് പേഴ്സൺ ആണ് അവരെ അത്രയും മര്യാദയോട് കൂടി തന്നെ ഹോസ്പിറ്റലിലേക്ക് വെൽക്കം ചെയ്യുക. സോ ദേ ആർ എസെൻഷ്യലി ദ ഫേസ് ആൻഡ് വോയിസ് ഓഫ് ദ ഹോസ്പിറ്റൽ. അതുകൊണ്ട് തന്നെ ഇവർ പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു എന്താ പറയുക നമ്മുടെ സ്ഥാപനത്തിന്റെ മുഖവും ശബ്ദവുമാണ് ആരെന്ന് പറയുന്നു നമ്മുടെ റിസപ്ഷനിസ്റ്റിൽ പറയുന്നു of the hospital. And for this reason they play an important role in the representing the organization. അതേമാതിരി തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ ഹോസ്പിറ്റലിന്റെ എന്തൊക്കെയാണ് ഫെസിലിറ്റീസ് എന്തൊക്കെ സൗകര്യങ്ങൾ ഇതിനുണ്ട് എന്നുള്ളത് നമ്മുടെ റിസപ്ഷനിസ്റ്റിൽ നിന്നാണ് പേഷ്യൻസ് അറിയുന്നത്. അതുകൊണ്ട് തന്നെ they play an important role in the representing the organization. ഓർഗനൈസേഷനെ കുറിച്ചിട്ടും നല്ല മതിയായ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നത് കൊണ്ട് ഇവരെ എന്താ പറയുന്ന ഒരു റെപ്രസെന്റിംഗ് പേഴ്സൺ ആയിട്ടും കൺസിഡർ പരിഗണിക്കാം എന്ന് പറയുന്നു. ഓക്കെ, വോയിസ് ആൻഡ് ഫേസ് ആൻഡ് വോയിസ് ഓഫ് ദ ഹോസ്പിറ്റൽ നമ്മൾ പറഞ്ഞു ആദ്യം തന്നെ ചെയ്യുന്നത് വിങ് ആണ് നമ്മുടെ റിസപ്ഷനിസ്റ്റിന്റെ വിങ്. അപ്പൊ അവിടെ ചെന്നിട്ടാണ് നമ്മൾ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുന്നത്, പേഷ്യൻസ് ഒക്കെ ചോദിച്ചറിയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊരു ഫേസ് ആൻഡ് വോയിസ് ചിലപ്പോ നമ്മള് നല്ലൊരു റിസപ്ഷനിസ്റ്റിലിരിക്കുന്ന വ്യക്തി നല്ലൊരു മര്യാദയുള്ള വ്യക്തി എന്നൊക്കെ പറയുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അവര് നല്ല വിനയത്തോടും കൂടിയിട്ടാണ് കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. അപ്പൊ അതൊന്നും മാത്രമല്ല അപ്പൊ ഹോസ്പിറ്റലിലേക്ക് ഒന്ന് കയറി ചെല്ലാനായിട്ട് തോന്നുന്നു. ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് എന്ന് പറയുന്നത്. ഇത് പറഞ്ഞ മാത്രമേ ആ ഒരു ഇംപ്രഷൻ കൊടുക്കാനായിട്ട് റിസപ്ഷനിസ്റ്റിന് കഴിയണം. അതാണ് ഇതിന്റെ ഈ പാരഗ്രാഫില് പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കി കാണുമെന്ന് വിചാരിക്കുന്നു. പ്രിൻസിപ്പൽ ഫംഗ്ഷൻ ഓഫ് ഫ്രണ്ട് ഓഫീസർ ക്ലിയർ ആയോ? ഇങ്ങനെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇപ്പൊ നിങ്ങൾക്ക് വോയിസ് റേഷ്യോ പ്രോബ്ലം മാറിയോ? സ്പീഡ് കൂടുതലാണോ? സ്ലോയിലല്ലേ പറയുന്നത്? മനസ്സിലാവുന്ന രീതിയിൽ 2-3 പ്രാവശ്യം ഞാൻ പറയുന്നുണ്ടെന്നാണല്ലോ. എനിക്ക് ഞാൻ ഇത്തിരി സ്പീഡ് കുറച്ചല്ലത്, കാരണം എനിക്ക് സ്പീഡ് എന്ന് പറയുന്നത്. എന്തായാലും നോക്കാം. ഇത് സ്പീഡ് നിങ്ങള് സ്പീഡിന്റെ കാര്യം പറയില്ല കേട്ടോ. ഇനി വരുന്ന ചാപ്റ്റേഴ്സിനൊക്കെ പറയുമ്പോൾ ഭയങ്കര കുറെ പേപ്പേഴ്സ് ഉണ്ട്. നിങ്ങൾക്കാണെങ്കിൽ ഇത്ര ടൈമിനുള്ളിൽ തീർക്കേണ്ടതായിട്ട് വരും. ഇതിപ്പോ ഞാൻ സ്റ്റോപ്പിൽ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ മിക്കവാറും എനിക്ക് നെക്സ്റ്റ് അവർ കണ്ടിന്യൂ ചെയ്യേണ്ട വരും, ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇതിന്റെ സ്പീഡ് കുറച്ച് പോകുന്നത്. സ്പീഡ് കൂടുതൽ ആണെന്ന് പറയുന്നത് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി പോകുന്നുണ്ടോ? സ്പീഡ് കൂടുതലാണെങ്കിലും കാര്യങ്ങൾ മനസ്സിലായി പോകുന്നുണ്ടോ ഓരോ പാരഗ്രാഫിലെയും? അതാണ് നോക്കേണ്ടത്. അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾക്ക് സ്പീഡ് കൂടിയാലും പോയിന്റ്സ് കിട്ടും. വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് കൊണ്ടാണ് മനസ്സിലാവുന്നത്. സ്പീഡിൽ പോയാൽ നമുക്ക് പോർഷൻസ് തീരുള്ളൂ. അതുകൊണ്ടാണ് നമ്മള് സ്പീഡിൽ പറഞ്ഞു പോകുന്നു. അപ്പം പോയിന്റ്സ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഇത് ക്ലിയർ ചെയ്ത് പോകാം. ഓക്കെ, then what does the term customer mean? അവര് തന്നെ അങ്ങനെയൊന്നും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഒരുപക്ഷെ നമ്മുടെ ലാംഗ്വേജിന്റെ നേച്ചർ ആണോന്ന് അറിയില്ല. നിങ്ങൾ എങ്ങനെ ക്ലിയർ ആയി പോകുന്നുണ്ടോ എന്ന് നോക്കാം. അതായത് നമ്മൾ എടുക്കുന്ന പോർഷൻസ് ക്ലിയർ ആയി പോകുക, അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. എനിവേ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിച്ചു പോകും. ഇനി നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് വാട്ട് ഡസ് ദ ടേം കസ്റ്റമർ മീൻ? കസ്റ്റമർ എന്നതുകൊണ്ട് എന്താണ് മീൻ ചെയ്യുന്നത്? A customer is referred to as individuals or households that purchase goods and services generated within the economy. അതായത് നമ്മുടെ കസ്റ്റമർ എന്ന് പറയുന്നത് റെഫർ ചെയ്യുന്നത് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ചത് ഒരു ബിസിനസ് സ്ഥാപനം അല്ലെ,
നമ്മൾ അവിടെ പോയിട്ട് നമ്മൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്യും, നമ്മൾ മേടിക്കും അല്ലെ. അപ്പൊ അത് ഒരു വ്യക്തിയാവാം, ചിലപ്പോ ഒരു കൂട്ടം വ്യക്തികളാകാം. ഇൻ കേസ് അത് അവർ പർച്ചേസ് ചെയ്യണമെങ്കിൽ അവർക്ക് എന്താണ് കുറച്ച് സാമ്പത്തികമായ കയ്യിൽ സാമ്പത്തികം ഉണ്ടാവണം അല്ലെ. നമ്മുടെ സാമ്പത്തികത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. ചിലർക്ക് സാമ്പത്തികം കുറവാണെങ്കിൽ ചില ചീപ്പായിട്ടുള്ള സാധനങ്ങളായിരിക്കും മേടിക്കുക, അല്ലെങ്കിൽ സാമ്പത്തികം കൂടുതലുള്ളവരെന്തായാലും ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ മേടിക്കും. അത് അവരുടെ എക്കോണമി എന്ന് വെച്ച് കഴിഞ്ഞാൽ സമ്പത്തിന്റെ അടിസ്ഥാനത്തിലിരിക്കും. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. കസ്റ്റമർ ഈസ് റെഫേർഡ് ടു അസ് ഇൻഡിവിജ്വൽ ഓർ ഹൗസ് ഹോൾഡ്സ് ദാറ്റ് പർച്ചേസ് ഗുഡ്സ് ആൻഡ് സർവീസസ് ജനറേറ്റഡ് വിത്ത് ദ എക്കോണമി. നമുക്ക് സാധനങ്ങളായിരിക്കാം പർച്ചേസ് ചെയ്യേണ്ടത്, ചിലപ്പോൾ സേവനങ്ങളായിരിക്കും. ഇൻ കേസ് നമ്മൾ ഹോസ്പിറ്റലിൽ നമ്മൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നുണ്ടോ? ഇല്ല, നമ്മൾ അവിടുത്തെ സേവനമാണ് പർച്ചേസ് ചെയ്യുന്നത് അല്ലെ. നമ്മൾ അവിടുത്തെ സേവനങ്ങൾ, നമുക്ക് ഡോക്ടറെ കാണുന്നു, നമ്മുടെ രോഗം മാറാനായിട്ടുള്ള സേവനങ്ങൾ അവിടെ നിന്ന് നമ്മൾ മേടിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അത് നമ്മൾ എന്താണ് ജനറേറ്റഡ് വിത്ത് ദ എക്കോണമി, അത് സാമ്പത്തികവുമായിട്ടാണ് നമ്മൾ താരതമ്യം ചെയ്ത് നോക്കുന്നത്. അതായത് അത് വെച്ചിട്ടാണ് നമ്മൾ അവിടെ നിന്ന് മേടിക്കുന്നത്. നല്ല സാമ്പത്തിക ശേഷിയുള്ളവർ എന്ത് ചെയ്യും, നല്ല ഹോസ്പിറ്റലിൽ കൂടുതൽ സാമ്പത്തികം ഇറക്കേണ്ട ചിലപ്പോൾ ഹോസ്പിറ്റലിൽ പ്രിഫർ ചെയ്യും, അവരത് പരിഗണിക്കും. ചിലപ്പോൾ സാധാരണക്കാരെന്താണ്, ചിലപ്പോൾ അവർക്ക് അസുഖം മാറിയാൽ മതി, അത് ഏത് ഹോസ്പിറ്റലായാലും നമ്മുടെ കയ്യില് വരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മളത് നേടിയെടുക്കും. അപ്പൊ അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. കസ്റ്റമർ ഈസ് റെഫേർഡ് ടു ആസ് ഇൻഡിവിജ്വൽ ഓർ ഹൗസ് ഹോൾഡ്സ് ദാറ്റ് പർച്ചേസ് ദ ഗുഡ്സ് ആൻഡ് സർവീസസ് ജനറേറ്റഡ് വിത്ത് ദ എക്കോണമി. നമ്മുടെ സാമ്പത്തികം വെച്ചുകൊണ്ട് സാധനങ്ങളും സേവനങ്ങളും നമ്മൾ മേടിക്കുന്ന പർച്ചേസ് ചെയ്യുന്നവരെയാണ് എന്തെന്ന് പറയുന്നത്, കസ്റ്റമർ എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് നോക്കാം. The word is historically derived from a customer, meaning a habit. A customer is someone who frequently consists a particular shop and makes it a habit to purchase the good from there, and with whom the shopkeeper had to maintain a relationship to keep his or her custom, which means expected purchase in the future. ഒരു വലിയൊരു ബേസ് സെന്റൻസ് ആണ്. നിങ്ങളിത് പെട്ടെന്ന് പതിയെ നമുക്ക് ക്യാച്ച് ചെയ്യാം, പതിയായിട്ട് നമുക്ക് ക്യാച്ച് ചെയ്തിരിക്കാം. വേർഡ് എന്ന് പറയുന്നത് നമ്മൾ ഹിസ്റ്റോറിക്കലി ഡിറൈവ് ചെയ്യുന്നത് എന്താണ്, കസ്റ്റമറിൽ നിന്നാണ് കസ്റ്റമർ എന്ന വേർഡ് ഡിറൈവ് ചെയ്യുന്നത്, അതായത് രൂപം കൊണ്ടിരിക്കുന്നത്. അതിന്റെ മീനിങ് എന്ന് പറയുന്നത് എന്താണ്, ശീലം എന്നതാണ് അല്ലെ. ഒരു ശീലത്തിന്റെ ആ മീനിങ്ങിൽ നിന്നാണ് കസ്റ്റം എന്നുള്ള കാര്യം വന്നിരിക്കുന്നത്. കസ്റ്റമർ ഈസ് സമ്പൺ, ആരെങ്കിലും ആവാം, ഹു ഫ്രീക്വന്റ്ലി കൺസിസ്റ്റ് എ പാർട്ടിക്കൽ ഷോപ്പ്. ഇനി നിങ്ങൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് പറയാം. നമ്മൾ ഇത് മാത്രം തന്നെ ഒരു ഷോപ്പിൽ പോയി പർച്ചേസ് ചെയ്യാൻ സാധനങ്ങൾ മേടിക്കാൻ പോവുകയാണ്. അപ്പൊ നമ്മളൊരു സ്ഥലം വരെ ഷോപ്പിൽ കയറി സാധനം മേടിച്ചു, പിന്നെ നെക്സ്റ്റ് വീക്കിൽ നമ്മൾ ഷോപ്പിൽ കയറി സാധനം മേടിച്ചു. നെക്സ്റ്റ് വീക്കിൽ അല്ലെങ്കിൽ ചിലപ്പോൾ മന്ത്ലി ആയിരിക്കും ഒരു കസ്റ്റമർ വന്ന സാധനം മേടിക്കുന്നത്. പിന്നെയും അടുത്ത മാസമായിരിക്കും ചിലപ്പോൾ സാലറി കിട്ടുന്നതനുസരിച്ച് കസ്റ്റമർ വന്ന സാധനങ്ങളൊക്കെ മേടിക്കുന്നത്. അപ്പോ അവിടെ ഷോപ്പ് കീപ്പർ ഉണ്ടാവും, അതായത് സെയിൽസ് മാൻ ഉണ്ടാവും, അതേമാതിരി തന്നെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഈ പർച്ചേസ് ചെയ്യാൻ വരുന്ന വ്യക്തി, ആ വ്യക്തിയുടെ കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ആ വ്യക്തി ഫ്രീക്വന്റ്ലി എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് പർട്ടിക്കുലർ ഷോപ്പിൽ പോകും. ആൻഡ് മേക്ക് ഇറ്റ് എ ഹാബിറ്റ് ടു പർച്ചേസ് ഗുഡ്സ് ഫ്രം ദെയർ. അവിടെ നിന്നും അവരെന്ത് ചെയ്യും, കുറച്ച് സാധനങ്ങൾ മേടിക്കും. അതൊരു ശീലമാണ്. അതായത് വീക്കിലി കസ്റ്റമർ വന്ന് കുറച്ച് സാധനങ്ങൾ മേടിക്കും, അല്ലെങ്കിൽ മന്ത്ലി മേടിക്കും, അല്ലെങ്കിൽ 2 days കഴിയുമ്പോൾ മേടിക്കും. എങ്ങനെയോ ആ വ്യക്തി ആ ഷോപ്പിൽ കയറി സാധനങ്ങൾ മേടിക്കും. അത് അവരുടെ ഒരു ശീലമാണ്. ആൻഡ് വിത്ത് whom the shopkeeper had to maintain a relationship to keep with or her customer. അതുപോലെ തന്നെ അങ്ങനെ വരുമ്പോൾ നമ്മൾ പറയാം, ഷോപ്പിൽ പോയി സാധനങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് മേടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്താ, ബിസിനസ്മാൻ നമ്മൾ തമ്മിൽ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാവും അല്ലെ, അവരൊരു റിലേഷൻഷിപ്പ് കാത്തു സൂക്ഷിക്കും. അതായത് നമ്മളോട് പറയും, കഴിഞ്ഞ ആഴ്ച നിങ്ങളെടുത്ത സാധനങ്ങളെക്കാൾ ഇതിനേക്കാൾ ഇച്ചിരി നല്ലൊരു സാധനം വന്നിട്ടുണ്ട് കേട്ടോ, അത്രയും ക്വാണ്ടിറ്റിയൊക്കെ അവർക്ക് അറിയാം, ഈ കസ്റ്റമറിനെ കുറിച്ച് അറിയാം, ഇന്ന സാധനങ്ങളാണ് ഇവർ എടുക്കാൻ വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാം. അതായത് 2-3 പ്രാവശ്യം വരുമ്പോൾ ഈ കസ്റ്റമറിനെ കുറിച്ച് കുറെ കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കലി പഠിച്ചു വരും. അപ്പൊ അത് തന്നെയാണ് പറയുന്നത്, ഒരു റിലേഷൻഷിപ്പ്, ഒരു ബന്ധം ഇവർ തമ്മിൽ കാത്തു സൂക്ഷിക്കും, കീപ്പ് സൂക്ഷിക്കും. എന്നിട്ട് വിച്ച് മീൻസ് എക്സ്പെക്ടഡ് പർച്ചേസ് ഇൻ ദ ഫ്യൂച്ചർ. എന്നിട്ട് ഇവരെന്താണ് ചെയ്യുന്നത്, ഭാവിയില് ഇന്ന സാധനങ്ങൾ ഇവർ പർച്ചേസ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നത് മനസ്സിലാക്കി വരും. അതായത് ചിലപ്പോ ഒരു പ്രാവശ്യം വന്നുകൊണ്ട് കുറെ എന്താ പറയുക ക്വാണ്ടിറ്റി കൂടുതലാകും, കൂടുതൽ അളവുള്ള സാധനങ്ങളാണ് പർച്ചേസ് ചെയ്യുന്നത്. അപ്പൊ ഇവർക്ക് ചിലപ്പോൾ കൂടുതൽ അളവിലാണ് താല്പര്യം, അല്ലെങ്കിൽ ചിലപ്പോൾ ചില കസ്റ്റമേഴ്സ് വന്നിട്ട് നല്ല എന്താ പറയുക ഗുണത്തിനായിരിക്കും പ്രാധാന്യം. അപ്പൊ നല്ല ഗുണമുള്ള ചില സാധനങ്ങൾ മാത്രം അവർ വില നോക്കില്ല,
നല്ല ഗുണമുള്ള സാധനങ്ങളായിരിക്കും അവർ പർച്ചേസ് ചെയ്യുന്നത്. ചിലപ്പോൾ ചില കസ്റ്റമേഴ്സ് വന്നുകൊണ്ട് എന്താ പറയാ റേറ്റ് അല്ലെ ചീപ്പ് റേറ്റിൽ കുറെ സാധനങ്ങൾ കിട്ടുന്നുണ്ടോ എന്നായിരിക്കും, അതായിരിക്കും അവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അങ്ങനെ അപ്പൊ ഈ കസ്റ്റമറിനെ കുറിച്ച് ഈ ഷോപ്പ് കീപ്പറിന് ഒരു ധാരണയുണ്ടായിരുന്നു, ഒരു റിലേഷൻഷിപ്പ് അവർ സ്ഥാപിക്കും. എന്നിട്ട് ഇവരെ ഡിസൈഡ് ചെയ്യും ഫ്യൂച്ചർക്ക് ഇന്ന സാധനങ്ങൾ ഇവിടെ സ്റ്റോക്ക് ചെയ്ത് വെച്ചാൽ ഈ വ്യക്തി വരുമ്പോൾ ഇത് കൊണ്ടുപോകോളും, ഈ വ്യക്തിക്ക് ഇത് കൊണ്ടുപോകാനായിട്ട് സാധ്യതയുണ്ട്. അങ്ങനെ ഒരു ധാരണയിൽ അവർ മെയിൻറ്റെയിൻ ചെയ്യും എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇപ്പൊ ഹോസ്പിറ്റലിൽ വെച്ചാണെങ്കിൽ നമുക്കറിയാം ഇടയ്ക്കിടയ്ക്ക് ചില പേഷ്യൻസ് ഒക്കെ വരും, അവര് ഇതിന്റെ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ചെക്കപ്പ് ഒക്കെ ചെയ്യും. ചിലപ്പോൾ അവരുടെ ഫെസിലിറ്റീസ് അവർ കൂടുതൽ എന്താണ് ചെയ്യുന്നതെന്നുള്ളത് ഇവര് ഐഡന്റിഫൈ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഇവിടെ ശരിക്കും നമ്മൾ ഹോസ്പിറ്റലായിട്ട് കണക്ട് ചെയ്ത് പഠിക്കുന്നില്ല. ഇവിടുത്തെ പോയിന്റിൽ നമ്മൾ എന്താണ് ആക്ച്വലി ഇവിടെ കാണുന്നത് കസ്റ്റമറിന്റെ മീനിങ് ആണ്. കസ്റ്റമേഴ്സ് ആ മീനിങ് ഡിറൈവ് ചെയ്ത് വരുന്നത് ശീലത്തിൽ നിന്നാണ് എന്നുള്ള കാര്യം. ക്ലിയർ ആയോ? ഒരു ബിസിനസ്. അപ്പോ നെക്സ്റ്റ് പോയിന്റ് നോക്കാം. കസ്റ്റമറിന്റെ മീനിങ് ഒക്കെയാണ്. കസ്റ്റമർ നീഡ്സ് മേ ബി ഡിഫൈൻഡ് ആസ് ദ ഗുഡ്സ് ഓർ സർവീസസ്. A customer needs to achieve a specific goals. Different needs are of varying importance to the customer. അതായത് ഇതിലെന്താ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമറിന്റെ ആവശ്യം എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്യാം. കസ്റ്റമറിന്റെ ആവശ്യം എന്ന് പറയുന്നത് എന്താണ്? ഗുഡ്സ് ഓർ സർവീസസ് കസ്റ്റമർ നീഡ്സ് ടു അച്ചീവ് സ്പെസിഫിക് ഗോൾസ്. അവർക്ക് ചില ഒരു സ്പെസിഫിക് ആയിട്ടുള്ള അല്ലെ പ്രത്യേകതരം ലക്ഷ്യം ഉണ്ടായിരിക്കും അല്ലെ. നമ്മൾ ഓരോ ഇതിൽ പോയിട്ട് ഷോപ്പിൽ പോയിട്ട് സാധനങ്ങൾ മേടിക്കുമ്പോൾ നമുക്ക് ചില ലക്ഷ്യം ഉണ്ടായിരിക്കും. നേരത്തെ നമ്മൾ പറഞ്ഞ മാതിരി നമ്മുടെ ലക്ഷ്യം നമുക്ക് ചീപ്പ് റേറ്റിൽ സാധനം കിട്ടുന്നതായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യം കൂടുതൽ ഗുണമേന്മയുള്ള സാധനം കിട്ടുന്നതായിരിക്കും. അങ്ങനെ എന്തെങ്കിലും ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ മറ്റുള്ളവരുടെ ലക്ഷ്യം പോലെയല്ല, എന്റെ ലക്ഷ്യം ഡിഫറെന്റ് ആയിരിക്കും അല്ലെ, വ്യത്യസ്തമായിരിക്കും. അവരാവശ്യം എന്താണോ അതിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും മറ്റൊരുവന്റെ ആവശ്യം. അപ്പൊ നമ്മുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ചൊരു വേരിയേഷൻ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. ഡിഫറെന്റ് നീഡ്സ് ആണ് ഓഫ് വേരിയിങ് ഇമ്പോർട്ടൻസ് ഓഫ് ദ കസ്റ്റമർ. കസ്റ്റമറിന്റെ പ്രാധാന്യം അനുസരിച്ചായിരിക്കും ഈ ഗോൾസിലും അല്ലെ അവരുടെ ആ ലക്ഷ്യത്തിനും വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. അവർക്ക് ചിലർക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് എന്താണോ, ചിലർക്ക് ഗുണമേന്മയ്ക്കായിരിക്കും, ചിലപ്പോൾ വിലയിലായിരിക്കും, ചിലപ്പോൾ പുസ്തകത്തിലായിരിക്കും, ചിലപ്പോൾ കളറിലായിരിക്കും. അങ്ങനെ വ്യത്യസ്തമായ ഒരു ഇമ്പോർട്ടൻസ് അവർ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്പെസിഫിക് ആയിട്ടുള്ള ലക്ഷ്യങ്ങളും പുതിയ ആയിട്ടായിരിക്കും കസ്റ്റമറിന്റെ ആവശ്യങ്ങൾ വരിക എന്നുള്ളത്. നമ്മൾ മേടിക്കാൻ പോകുന്ന വ്യക്തിയുടെ ആവശ്യം വരിക എന്നുള്ളതാണ് ഇത് പറയുന്നത്. The next point നോക്കാം. Customer expectations are influenced by cultural values, advertising, marketing, and other communications, both with the supplier and with the other sources. ഇതിൽ നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കസ്റ്റമറിന്റെ എക്സ്പെക്ടേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഷോപ്പ് കീപ്പർ എക്സ്പെക്ട് ചെയ്യും ഇന്ന വ്യക്തി ഇന്ന സാധനങ്ങൾ ഫ്യൂച്ചറിൽ മേടിച്ചുകൊണ്ട് പോകുന്നൊക്കെ പറഞ്ഞുവിടും. അപ്പൊ ഇത് തന്നെ ഇവിടെ വീണ്ടും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കസ്റ്റമറിന്റെ ഈ ആവശ്യങ്ങൾ എന്ന് പറയുന്നത് അത് ചിലപ്പോഴൊക്കെ ചില കാര്യങ്ങൾ സ്വാധീനിച്ചുകൊണ്ടായിരിക്കാം. ചിലപ്പോൾ കൾച്ചറൽ വാല്യൂസ്, ചിലപ്പോൾ നമ്മളെ സ്റ്റാറ്റസ് ചില ഫംഗ്ഷനൊക്കെ പോവാൻ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ധരിക്കണം എന്നല്ല അല്ലെ. ചില ഫംഗ്ഷൻസിനൊക്കെ പോകുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി അങ്ങനെ ചെയ്യണതാ. അത് അവരെന്താണ് സ്റ്റാറ്റസ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇൻ കേസ് ചില കുട്ടികളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, ചില സാധനങ്ങൾ അഡ്വർടൈസ്മെന്റ് അവരുടെ മൈൻഡിൽ എന്താണ് അഡ്വർടൈസ്മെന്റിൽ കണ്ട കളറുള്ള ഒരു സാധനം അല്ലെ, അത് ചോദിച്ചിട്ടായിരിക്കും അവർ ഷോപ്പിൽ ചെയ്യുന്നത്. അപ്പൊ അതായിരിക്കാം അവരെ പ്രചോദിപ്പിക്കുന്നത് ഇന്ന സാധനം മേടിക്കാനായിട്ട്. ചിലപ്പോൾ മാർക്കറ്റിംഗ്, ചില സീസണിലൊക്കെ നമുക്കറിയാം ഫ്രൂട്ട്സ് ഒക്കെ ആണെങ്കിൽ ചില സീസണിലൊക്കെ ചില കുറവായിരിക്കും അല്ലെങ്കിൽ ലഭ്യത ഉണ്ടാവാം. അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ച് ചിലപ്പോൾ മഴ സീസണിലൊക്കെ ചില സാധനങ്ങൾക്ക് ഡിമാൻഡ് കൂടും അല്ലെ. ചിലത് ആ സമയത്തിന്റെ പ്രത്യേകത അനുസരിച്ച് മാർക്കറ്റിംഗ് ലഭ്യമാകുന്നതനുസരിച്ചായിരിക്കും ആൾക്കാർ സെലക്ട് ചെയ്യും. അതർ കമ്മ്യൂണിക്കേഷൻസ്, ഇപ്പൊ നമുക്കറിയാം ചില വ്യക്തികൾ പറയും ഇന്ന ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നല്ല വിലക്കുറവിന്റെ സാധനം കിട്ടും, അവിടെ നല്ല ക്വാണ്ടിറ്റി ഉള്ള സാധനം കിട്ടും, നല്ല ഗുണമുള്ള സാധനമാണ്. ഇതൊക്കെ നമ്മൾ എന്തെങ്കിലും ആശയവിനിമയത്തിലൊക്കെ ഏർപ്പെടുമ്പോൾ നമ്മളോട് പറയുന്നതനുസരിച്ചായിട്ടായിരിക്കും നമ്മൾ പോയി ആ സ്ഥാപനത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ ഷോപ്പിൽ പോയി സാധനങ്ങൾ മേടിക്കുന്നത്. അപ്പൊ ഇതെല്ലാം എന്തിനെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്ത് നമ്മളെ ഏതെങ്കിലും രീതിയിൽ പ്രചോദിപ്പിച്ചിട്ടായിരിക്കും നമ്മളുടെ കസ്റ്റമറിന്റെ എക്സ്പെക്ടേഷൻസ് ഒക്കെ വരുന്നത്, നമ്മൾ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ബോത്ത് വിത്ത് ദ സപ്ലയർ ആൻഡ് വിത്ത് അതർ സോഴ്സസ്. അതേമാതിരി തന്നെ ഈ സപ്ലയർ അതനുസരിച്ചിട്ട് ഇന്ന കാര്യങ്ങളൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടാണ് അവര് സാധനങ്ങൾ വിൽക്കാൻ പറ്റുന്നത്. ഈ സീസൺ ആവുമ്പോൾ ഇന്നത്തെ സാധനങ്ങളൊക്കെ വിറ്റുപോകും അല്ലെ, ഇന്ന സാധനങ്ങൾക്ക് സാധ്യതയുണ്ട് ഇങ്ങനെ പോകാനായിട്ട്.
അങ്ങനെ അല്ലെങ്കിൽ ഏതെങ്കിലും മാധ്യമത്തിലൂടെ ഇപ്പൊ മാർക്കറ്റിംഗ് നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള സ്ഥലത്ത് നിന്നൊക്കെ ആണെങ്കിൽ ആ ടൈമിൽ നമ്മൾ അതനുസരിച്ച് മാർക്കറ്റിൽ കീപ്പ് ചെയ്യും അല്ലെ, വസ്തുക്കളൊക്കെ സാധനങ്ങളൊക്കെ അവിടെ കീപ്പ് ചെയ്തിട്ട് ഷോപ്പ് കീപ്പർ എന്ത് ചെയ്യും, അത് വിൽക്കാനായിട്ട് കൊണ്ടുവന്ന് വെക്കും. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത് കസ്റ്റമറിന്റെ എക്സ്പെക്ടേഷൻസ് ഇംപ്രൂവ്മെന്റ് ചെയ്യുന്നത് കൾച്ചറൽ വാല്യൂസ്, അഡ്വർടൈസിംഗ്, മാർക്കറ്റിംഗ് ആൻഡ് അതർ കമ്മ്യൂണിക്കേഷൻസ്, പൊതുവിധ സപ്ലയർ ആൻഡ് അതർ സോഴ്സ്. ഇൻ കേസ് നമ്മൾ ആലോചിക്കുന്നത് എന്താണ്, ഹോസ്പിറ്റലിൽ നമ്മൾ എന്താണ് പഠിക്കുന്നത് നമ്മൾ ചിലപ്പോൾ ചിന്തിച്ചു പോകാം. എനിക്ക് തോന്നുന്നു അതായത് ഇതിൽ പറയുന്നതിന്റെ പ്രധാന കാര്യം നമ്മൾ ഹോസ്പിറ്റലിൽ തിരഞ്ഞെടുക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ചിലപ്പോൾ ചില വ്യക്തികൾ പറയും നല്ല ഡോക്ടറാണ്, അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് രോഗം പെട്ടെന്ന് മാറാൻ പറ്റും, അതല്ലെങ്കിൽ അവിടുത്തെ സേവനങ്ങളൊക്കെ നല്ലതാണ്, നമുക്ക് എളുപ്പം ട്രീറ്റ്മെന്റ് ഒക്കെ കിട്ടും, അങ്ങനെയൊക്കെ കുറെ നമ്മുടെ ഒരു കമ്മ്യൂണിക്കേഷൻ വഴി നമ്മൾ പോകും. ചിലപ്പോഴൊക്കെ നമ്മൾ കൾച്ചറൽ വാല്യൂസ് ഒക്കെ എടുക്കാറ് അല്ലെ, ചിലരൊക്കെ പറയാറുണ്ട് നമുക്ക് അടുത്ത നിയറസ്റ്റ് ചിലപ്പോൾ നല്ല ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കുഴപ്പമില്ലാത്തൊക്കെ ചികിത്സ കിട്ടുന്നുണ്ടെങ്കിലും സ്റ്റാറ്റസിന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ചിലപ്പോഴൊക്കെ ചിലര് നല്ല സ്റ്റാൻഡേർഡ് പേരിലേക്ക് ഹോസ്പിറ്റലിൽ തന്നെ കൊണ്ടുപോകും. അത് അവർക്ക് എന്താണ് അവരുടെ കൾച്ചറൽ ആയിട്ടുള്ള സ്റ്റാറ്റസ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇൻ കേസ് ചിലർക്കൊക്കെ ഈ പറഞ്ഞ കമ്മ്യൂണിക്കേഷൻ വഴി നമ്മൾ ഹോസ്പിറ്റലൊക്കെ തിരഞ്ഞെടുക്കാറുണ്ട്. അപ്പൊ ഇതെല്ലാം എന്താണ് ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും. ഒരു കസ്റ്റമർ എന്ന നിലയിൽ ഹോസ്പിറ്റലിലും കസ്റ്റമർ ആണ് എന്റെ പേഷ്യൻസ്. അതുകൊണ്ടാണ് അത് ഇവിടെ വിവരിച്ചു തരുന്നത്. ഇതെല്ലാം വീടിനെയും ഹോസ്പിറ്റലിനെയും ബാധിക്കും എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ക്ലിയർ ചെയ്തോ? ഇത് നമ്മൾ ബിസിനസ് സൈഡിലുള്ള കാര്യങ്ങളാണ് ഇവിടെ അഡോപ്റ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതിന്റെ മീനിങ്സ് ആണ് നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. മനസ്സിലാക്കി പോകുന്നുണ്ടോ? ബിസിനസ്സിലാക്കിയിട്ട് കൂടിയാണ്. ചിലർക്ക് ഇൻഡസ്ട്രീവ് ആയിരിക്കും, ചിലർക്ക് അതങ്ങനെ ഇതാവണമെന്നില്ല കേട്ടോ. എനിവേ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഫസ്റ്റ് പോയിന്റ് പറയാമോ ശ്രദ്ധിക്കുന്നത് നോക്കാം. The customer is referred to as individuals or a household that purchase goods and services generated with the economy. അതില് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാമ്പത്തിക വശം അനുസരിച്ചിട്ടാണ് നമ്മൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നത് അല്ലെ. അതായത് നമുക്കിപ്പോ നല്ല ഹോസ്പിറ്റലിന്റെ കാര്യം എടുത്ത് നോക്കാം. നമുക്ക് വലിയ വലിയ ഇപ്പോഴത്തെ കാലത്ത് അറിയാം നല്ല സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുണ്ട്, വലിയ വലിയ ഹോസ്പിറ്റലുകളൊക്കെ ഉണ്ട്. പക്ഷെ സാമ്പത്തികം ഇല്ലാത്തവരെന്താ ചെയ്യുക, അവർക്ക് അവിടെ ചെന്നെത്തിപ്പെടാനായിട്ട് സാധിക്കില്ല. അവരെന്താ നമുക്ക് ഗവൺമെന്റ് ആയിട്ടുള്ള ഒരു സെന്ററിലൊക്കെ ചെന്നിട്ട് അവരതിൻ്റെതായ സർവീസ് പർച്ചേസ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലെ. അവിടെ നിന്നാണ് സേവനം അവര് പർച്ചേസ് ചെയ്യുന്നത്. അതേസമയം ഇതിനുകൂടി ഫിനാൻഷ്യലി വലിയ പ്രോബ്ലം ഇല്ലാത്തവർക്ക് എന്താണ്, അവര് നല്ല സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഹോസ്പിറ്റലിൽ പോയിട്ട് ട്രീറ്റ്മെന്റ് വിധേയമാക്കുന്നതും കാണാം. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. കസ്റ്റമർ ഇസ് റെഫേർഡ് ടു ആസ് ഇൻഡിവിജ്വൽസ് or household that purchase goods. ഗുഡ്സ് ആണെങ്കിൽ സാധനങ്ങൾ മേടിക്കുന്ന കാര്യമാണ്. ഇപ്പൊ നമ്മള് ഹോസ്പിറ്റലായിട്ട് കണക്ട് ചെയ്ത് പറയുമ്പോൾ എന്താണ്, നമ്മൾ സർവീസ് സേവനമാണ് നമ്മൾ മേടിക്കുന്നത് അല്ലെ. അത് എന്താണ് വിത്ത് ദ എക്കോണമി, നമ്മുടെ സാമ്പത്തികത്തിന്റെ അതുകൂടി നോക്കിയിട്ടാണ് അത് നമ്മൾ തീരുമാനിക്കുന്നത് അല്ലെ. ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളതിനെ രൂപകൽപ്പന ചെയ്യുന്നത് ഹോസ്പിറ്റലിൽ പോകണം എന്നുള്ള ഡിസിഷൻ എടുക്കുന്നത്. ക്ലിയർ ആയോ? എന്തെങ്കിലും വേറെ എന്തെങ്കിലും ക്ലിയർ ആണെങ്കിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാലോ. റെഡി ചെയ്തോട്ടെ? ഓക്കെ, നമ്മുടെ കസ്റ്റമർ സർവീസ് നോക്കാം. കസ്റ്റമർ സർവീസ് ഓൾസോ നോൺ ആസ് കസ്റ്റമർ സർവീസ് ഓൾസോ നോൺ ക്ലയന്റ് സർവീസ് is the provision of a service to customer before, during and after the purchase. കസ്റ്റമർ സർവീസ് അത് നിങ്ങളൊന്ന് ആദ്യം തന്നെ ജസ്റ്റ് ഒന്ന് നോക്കാം. ഇപ്പൊ നമ്മളൊരു ഇലക്ട്രോണിക്സ് ആയിട്ടുള്ള എന്തെങ്കിലും ടിവിയോ എന്തെങ്കിലുമൊക്കെ നമ്മൾ വീട്ടിലേക്ക് മേടിക്കുകയാണ്. അപ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ കസ്റ്റമർ സർവീസ് എന്താ ചെയ്യാനാവുന്നത്, സാധാരണയായിട്ട് വാറണ്ടിക്കകത്ത് അല്ലെ നമുക്ക് 2-3 മാസമൊക്കെ കഴിയുമ്പോഴും റിപ്പയർ ചെയ്യാനൊക്കെ ഉണ്ട്. ചിലപ്പോൾ ഒരു വർഷത്തില് ഇന്ന സമയങ്ങളൊക്കെ റിപ്പയർ ഫ്രീ ആയിട്ട് നമുക്ക് റിപ്പയർ ചെയ്ത് തരും. ചിലപ്പോഴൊക്കെ എന്താണ് നമുക്ക് ഒരു അത് ആ ഇലക്ട്രോണിക്സ് വസ്തു ചിലപ്പോൾ വീട്ടിൽ എത്തിച്ചു തരും, ചിലപ്പോൾ ഫിറ്റ് ചെയ്ത് തരും. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ സർവീസുകളെല്ലാം പ്രൊവൈഡ് ചെയ്യും. അതാണ് ഈ കസ്റ്റമർ സർവീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നോക്കാം. കസ്റ്റമർ സർവീസ് ഓൾസോ നോൺ ആസ് ക്ലയന്റ് സർവീസ് is the provision of a service to customer before, during and after purchase. ഇപ്പൊ ഇൻ കേസ് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ബിഫോർ നമ്മൾ മേടിക്കുന്നതോടൊപ്പം തന്നെ ചിലപ്പോഴെങ്കിൽ
ഫിനാൻഷ്യലി എന്താ പറയുക കറക്റ്റ് പേയ്മെന്റ് ഇപ്പൊ ചെയ്യണമെന്നില്ല, ഇൻസ്റ്റാൾമെന്റ് ഒക്കെ ആയിട്ട് ചെയ്യാമെന്നൊക്കെ പറയും അല്ലെ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ബിഫോർ ടൈമിലാവാം ഡ്യൂറിംഗ് ടൈമിൽ കൊണ്ടുവന്ന് ചിലപ്പോൾ ഫിറ്റ് ചെയ്യാൻ ആഫ്റ്റർ പർച്ചേസ് ചിലപ്പോൾ അത് ഫിറ്റ് ചെയ്തതിനു ശേഷം എന്തെങ്കിലും ഒരുപാട് സംഭവിക്കുമ്പോഴൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് അവർ സർവീസ് ചെയ്ത് തരും. അപ്പൊ അതാണ് എന്താ കസ്റ്റമർ സർവീസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. According to Turban 2002, customer service is the areas of activities designed to improve the level of customer satisfaction. That is a feeling that the product or service has met the customer expectation. അതായത് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ എന്താ പറയുന്നത്, കസ്റ്റമർ സർവീസ് എന്ന് പറയുന്നത് ഒരു സീരിയസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ്, പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമാണ്. ഡിസൈൻ ടു ഇംപ്രൂവ് ദ ലെവൽ ഓഫ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. അതായത് നമ്മുടെ കസ്റ്റമറിന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ അത് നമ്മൾ മേടിക്കാനായിട്ട് നമുക്ക് പ്രാധാന്യം കിട്ടുന്ന അല്ലെ, മേടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് താല്പര്യം ഉണർത്തിയാൽ മാത്രമേ ബിസിനസ്സുകാർക്ക് അതൊരു വെച്ചാക്കുള്ളൂ. അപ്പൊ അവർക്ക് ലെവല്, അവർക്ക് സാറ്റിസ്ഫാക്ഷൻ, അവർക്ക് തൃപ്തികരമായ ഒരു സാറ്റിസ്ഫാക്ഷൻ ആയിട്ടുള്ള ലെവലിൽ ഇവര് എത്തുന്നുണ്ട് എന്ന് ഡിസൈഡ് ചെയ്തിട്ട് തീരുമാനം എടുത്തിട്ട് അതിനനുസരിച്ചിട്ടുള്ള സർവീസുകൾ പ്രദാനം ചെയ്യുന്ന ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു പ്രവർത്തനമാണ് എന്തെന്ന് പറയുന്നത് കസ്റ്റമർ സർവീസ് എന്ന് പറയുന്നത്. വീണ്ടും പറയുന്നു, ദാറ്റ് ഈസ് ദ ഫീലിംഗ് that a product or service has met the customer expectation. അതായത് കസ്റ്റമർ ഒരു നമ്മൾ മേടിക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് നമ്മൾ ഉപഭോക്താവ് എന്നൊക്കെ പറയുന്നുണ്ട്, മലയാളത്തിൽ അങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഉപഭോക്താവ്, നിർമ്മാതാവ് എന്നൊക്കെ പറയുന്ന മാതിരി തന്നെ കസ്റ്റമർ എന്താണ് അദ്ദേഹത്തിന്റെ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള സാധനമാണ് ലഭിക്കുന്ന ഇന്ന സേവനങ്ങൾ ഇദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പൊ നമുക്കറിയാം, ഇൻ കേസ് ഒരു വാഹനം മേടിക്കുകയാണെങ്കിൽ എന്താണ് അവർ വേറെ കുറെ പറയും ഓഫർ ചെയ്യുന്നത്. വണ്ടിയുടെ ഫ്രീ സർവീസുകൾ ഇത്ര കിലോമീറ്റർ ഓടി കഴിഞ്ഞാൽ ഇത്ര ഫ്രീ സർവീസ് ഉണ്ടാവും, അല്ലെങ്കിൽ മേടിക്കുമ്പോൾ തന്നെ പെട്രോളൊക്കെ കൂട്ടാൻ വേണ്ടിയായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ അവർ ബാറ്ററി ഫ്രീ ആയിട്ട് തരും. അങ്ങനെ കുറെ ഈ കസ്റ്റമറിന്റെ ആഗ്രഹത്തിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ, ആഗ്രഹങ്ങളെ എല്ലാം തൃപ്തിപ്പെടുത്താൻ തരത്തിലുള്ള കുറെ കാര്യങ്ങളെല്ലാം ഡിസൈൻ ചെയ്യുക എന്ന വലിയ ഒരു സീരിയസ് ആയിട്ടുള്ള പ്രവർത്തനമാണ് എന്തെന്ന് പറയുന്നത് കസ്റ്റമർ സർവീസ് എന്ന് പറയുന്നത് എന്നതാണ് അക്കോർഡിംഗ് ടു ടർബൻ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിന് കാഴ്ചവെക്കുന്നത്. ക്ലിയറായോ? കസ്റ്റമറിന്റെ എക്സ്പെക്ടേഷൻ, അദ്ദേഹത്തിന്റെ ആഗ്രഹം, അതിനനുസരിച്ച് അവര് പ്രതീക്ഷിക്കുന്നതിനനുസരിച്ചുള്ള സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള തൃപ്തികരമായിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്യുക, അത് അനുസരിച്ച് മുൻകൂട്ടി രൂപകൽപ്പന ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് എന്താ പറയുന്നത് കസ്റ്റമർ സർവീസ്. കസ്റ്റമർ സർവീസ് ഈസ് എ സീരീസ് ഓഫ് ആക്ടിവിറ്റീസ് എന്ന് പറയാം. കസ്റ്റമർ സർവീസ് എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട പ്രവർത്തനം, ഒരു സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു പ്രവർത്തനമാണ്. ഡിസൈൻ ടു ഇംപ്രൂവ് ദ ലെവൽ ഓഫ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. അതായത് മേടിക്കുന്ന വ്യക്തിയുടെ തൃപ്തിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ രൂപകൽപ്പനകൾക്ക് മാറ്റം വരുത്താനായിട്ട് എന്തെങ്കിലും അല്ലെ, അത് മേടിക്കാനായിട്ട് ഒരു ടെൻഡൻസി ഉണ്ടാക്കുന്ന എന്നുള്ള പ്രവർത്തനമില്ലേ, നമുക്കത് മേടിക്കാൻ തോന്നും എന്നൊക്കെ പറയുന്നത് എന്ന് പറഞ്ഞ മാതിരി എന്തെങ്കിലും ഒരു സാറ്റിസ്ഫാക്ഷൻ ആയിട്ട് തൃപ്തി വരാൻ തക്ക വിധത്തിലുള്ള ഏതെങ്കിലും കാര്യങ്ങൾ അവർ ഡിസൈൻ ചെയ്യും. നമുക്ക് കുട്ടികളൊക്കെ ആണെങ്കിൽ നമുക്കറിയാലേ, ചില ഒരു സാധനം മേടിക്കുമ്പോൾ ടോയ്സ് ഫ്രീ ആണെന്ന് പറയുമ്പോൾ എന്താണ് കുട്ടികൾക്ക് അത് മേടിക്കാൻ ചിലപ്പോൾ ആ ഫുഡ് അത് അതിന് താല്പര്യം ഉണ്ടാവില്ല, അവർക്ക് അതിന്റെ ടോയ്സ് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പൊ കുട്ടികളെ തൃപ്തിപ്പെടുത്താനായിട്ട് അവർക്ക് അറിയാം, കമ്പനിക്കാർക്ക് അറിയാം ഇങ്ങനെ സാധനങ്ങളാണ് ഇതുകൂടെ വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ ആ ടോയ്സ് കിട്ടാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ മേടിക്കും. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് സർവീസ് എന്ന് പറയുന്നത് സാധനത്തിന്റെ കാര്യം ഞാൻ ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞേ ഉള്ളൂ. അപ്പൊ അത്തരത്തിലുള്ള ഒരു ഫീലിങ്സ്, സാറ്റിസ്ഫാക്ഷൻ, ഒരു തൃപ്തി ഈ കസ്റ്റമറിന് ഉണ്ടാക്കുന്ന തരത്തിലെ രീതിയിൽ ആയിരിക്കണം എന്തെങ്കിലും സർവീസുകൾ, എന്തെങ്കിലും എന്താ പറയുക സാധനങ്ങളോടൊപ്പം തന്നെ സേവനങ്ങൾ കാഴ്ചവെക്കേണ്ട ഒരു രീതി ഇവർ സ്വീകരിക്കേണ്ടത് എന്നാണ് ഇത് നമ്മുടെ ടർബാന്റെ അഭിപ്രായത്തിൽ പറയുന്നത്. ക്ലിയർ ആയോ? Okay, then customer service can be given by salesman or a hospital executives. ഇവിടെ നമ്മൾ ഹോസ്പിറ്റലുമായിട്ട് കണക്ട് ചെയ്ത് വരുന്നുണ്ട്. അതായത് കസ്റ്റമർ സർവീസ് can be given by salesman or hospital executive. ഹോസ്പിറ്റൽ എക്സിക്യൂട്ടീവ്സ് ആയിരിക്കാം ഇവിടുത്തെ കസ്റ്റമർ സർവീസുകൾ നമ്മൾ ചെയ്തത്. നിങ്ങളിപ്പോ ഇൻ കേസ് നമ്മൾ ഹോസ്പിറ്റലിൽ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ചില ഹോസ്പിറ്റലൊക്കെ നമുക്കറിയാലോ, ഒരു ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞാൽ 1 വീക്കിലൊക്കെ വീണ്ടും അവര് എന്താ പറയുക പേയ്മെന്റ് മേടിക്കാൻ പൈസ മേടിക്കാറുണ്ട്. അതൊരു തരത്തിലുള്ള ഒരു സേവനമാണ്, ഒരു ആ വ്യക്തിയെ ആ പേഷ്യന്റിനെ അങ്ങോട്ടേക്ക് എടുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ തരത്തിലുള്ള ഒരു സേവനമാണ്, ഒരു ട്രാക്കും കൂടിയാണ്. അപ്പൊ അത് എന്താ പറയുക കസ്റ്റമർ സർവീസ് ആണെന്ന് നമുക്ക് വേണമെങ്കിൽ അറ്റാച്ച് ചെയ്തെടുക്കാം.
ഓൾസോ ത്രൂ ഓട്ടോമാറ്റഡ് ഇന്റർനെറ്റ് സർവീസ്. അതേമാതിരി തന്നെ ഒരു ഓട്ടോമാറ്റഡ് ഇന്റർനെറ്റ് സർവീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത് ഹോസ്പിറ്റൽ നമുക്കറിയാം. ഹോസ്പിറ്റലിൽ ചെന്നിട്ട് നമുക്ക് എന്തെങ്കിലും ലാബിൽ പരിശോധനയൊക്കെ നടത്തിയിട്ട് നമുക്ക് റിപ്പോർട്ട് മേടിക്കാനായിട്ട് പണ്ടൊക്കെ വരേണ്ട ആവശ്യമില്ല. ഇപ്പൊ നമുക്കറിയാം ഫോണൊക്കെ ആയിട്ട് അറ്റാച്ച് ചെയ്യുന്നത് കൊണ്ട് എന്താണ് അതിലേക്ക് മെസ്സേജ് ചെയ്യും, അവരുടെ SMS വഴി എന്തെങ്കിലുമൊക്കെ മെസ്സേജ് ചെയ്യും. അപ്പൊ നമുക്ക് ആ റിപ്പോർട്ട് അത് കോപ്പി ഒക്കെ എടുത്തിട്ട് വാട്സപ്പ് വഴി നമുക്ക് സെൻഡ് ചെയ്തിട്ട് അതിന്റെ കോപ്പി എടുത്തിട്ട് ഡോക്ടറെ കണ്ടാൽ മതി. അപ്പൊ അത്തരത്തിലുള്ള ഒരു സർവീസ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ എന്താണ് നമ്മുടെ ഹോസ്പിറ്റലിൽ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ പറയുന്ന കസ്റ്റമർ സർവീസ് ക്യാൻ ബി ഗിവൺ ബൈ സെയിൽസ്മാൻ ഓർ ഹോസ്പിറ്റൽ എക്സിക്യൂട്ടീവ്സ് ഓൾസോ ത്രൂ ഓട്ടോമാറ്റഡ് ഇന്റർനെറ്റ് സർവീസ്. അങ്ങനെ ഇന്റർനെറ്റ് സർവീസ് കൂടിയും അത് സേവനം പ്രദാനം ചെയ്യാൻ സാധിക്കും. The medical receptionist is often the first person with whom patient has with the medical facility. അതായത് മെഡിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും ഫെസിലിറ്റീസ് ഇത്തരത്തിലുള്ള സൗകര്യങ്ങൾ ഉണ്ടോ എന്ന് പറയുന്നത് തരുന്നത് ആരാ? നമ്മുടെ റിസപ്ഷനിസ്റ്റ് ആണ്. ഇങ്ങനെ നിങ്ങളിപ്പോ നമ്മുടെ ടിക്കറ്റ് എടുക്കാൻ വരുമ്പോൾ ഡോക്ടറെ കണ്ടിട്ട് നിങ്ങളെന്നോ ബ്ലഡൊക്കെ ചെക്ക് ചെയ്തിട്ട് ഇതിന്റെ റിസൾട്ട് നിങ്ങൾ മേടിക്കാൻ ഇങ്ങോട്ട് വരണമെന്നില്ല. നിങ്ങൾക്ക് SMS വഴി നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് വരും, അല്ലെങ്കിൽ വാട്സപ്പ് വഴി നിങ്ങൾക്ക് അതിന്റെ തരാനായിട്ട് സാധിക്കും എന്നുള്ള ഫെസിലിറ്റി അത് നമ്മള് ആക്ച്വലി എന്താണ് റിസപ്ഷനിസ്റ്റ് ആണ് കസ്റ്റമറിനോട് പറയുന്നത്. Giving patients individual attention can go a long way in establishing their positive experience with the facility. അപ്പൊ അതുമാതിരി തന്നെ പേഷ്യൻസിന് ഇൻഡിവിജ്വൽ അറ്റൻഷനോട് കൂടിയിട്ട് അവരെ എന്താ പറയുക സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കുകയാണ് അവർ ചെയ്യുന്നത്. എന്നിട്ട് പറയുകയാണ് ഒരു നല്ലൊരു ബന്ധം സ്ഥാപിച്ചെടുക്കുകയും ചെയ്യാണ് ഇവരുമായിട്ട്. ഇവർക്ക് ഇത്തരത്തിലുള്ള സൗകര്യങ്ങളൊക്കെ കിട്ടും എന്നുള്ള ഒരു ബന്ധം കൂടി സ്ഥാപിച്ചെടുക്കുന്ന ഒരു പ്രവർത്തനമാണ് എന്ത് കസ്റ്റമർ സർവീസിൽ വരുന്നത്. ക്ലിയർ ആയോ? ക്ലിയർ ആയില്ല ബാക്കിയെല്ലാവർക്കും? ഭൂരിഭാഗം പേർക്ക് ക്ലിയർ ആയില്ല. ഒന്നുകൂടി പറയട്ടെ എന്നല്ല, ഒന്നുകൂടി പറയാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമർ സർവീസ് എന്ന് പറയുന്നത് ഓക്കെ കസ്റ്റമർ പറയും ഓക്കെ ആയവരുണ്ട്. ഓക്കെ നോക്കാം, ഒന്നുകൂടി പറയാം. എന്തായാലും ക്ലിയർ ആയെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്ത് പോകുന്നത് നല്ലത്. കസ്റ്റമർ സർവീസ് എന്ന് പറയുന്നത് ബിസിനസ് ലാംഗ്വേജിലുള്ള ഒരു കസ്റ്റമർ സർവീസിന്റെ ഒരു ടോപ്പിക് ആണ്. ഇത് പ്രത്യേകം പറയുന്നത് എന്താന്ന് പറയുന്നത് ഒരു പ്രൊഫഷനാണ്. സർവീസ് കസ്റ്റമർ പീപ്പിൾ ഡ്യൂറിങ് ആഫ്റ്റർ പർച്ചേസ്. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നമ്മൾ ഒരു ഷോപ്പിൽ നിന്ന് ഒരു സാധനം മേടിച്ച് കഴിയുമ്പോൾ എന്തെങ്കിലും വാറന്റിയും ഇതൊക്കെ കൊടുത്തുകൊണ്ട് ഒരു സാധനം മേടിക്കുന്നതോടൊപ്പം തന്നെ എന്തെങ്കിലും സേവനങ്ങൾ ഓഫർ ചെയ്യുന്നത്. അതാണ് പ്രധാനമായിട്ടും കസ്റ്റമർ സർവീസ് ചെയ്യുന്നത്. നമ്മളൊരു സാധനം മേടിക്കുക പർച്ചേസ് ചെയ്യുന്നതോടൊപ്പം തന്നെ എന്തെങ്കിലും ചില ഇതുകളല്ലേ നമ്മൾക്ക് എന്തെങ്കിലും വാറന്റി കാർഡ് പ്രൊവൈഡ് ചെയ്യുക, അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക. ബിസിനസ് ലാംഗ്വേജ് മാത്രം തന്നെയാണെങ്കിൽ ഡിസ്കസ് ചെയ്യുന്നത് ആകെ 2 പോയിന്റിലാണ് നമുക്ക് ഹോസ്പിറ്റലുമായിട്ട് അറ്റാച്ച് ചെയ്ത് പറയുന്നത്. അത് നമുക്ക് പ്രത്യേകം നോക്കാം. എന്താ പറയുന്നത് അതിന് എന്തെങ്കിലും സർവീസുകൾ പ്രദാനം ചെയ്യുന്ന പ്രവർത്തനമാണ് എന്ത് കസ്റ്റമർ സർവീസിൽ പറയുന്നത്. ഇനി അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ അതായത് ഒരു പ്രത്യേക പേഴ്സന്റെ അഭിപ്രായത്തില് പ്രത്യേകമായിട്ട് പറയുന്നത് കസ്റ്റമർ സർവീസ് എന്ന് പറയുന്നത് ഒരു സീരിയസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ്, ഒരു പ്രധാനപ്പെട്ട ഒരു സീരിയസോട് കൂടി നമ്മള് വളരെ ശ്രദ്ധയോടുകൂടി ഇരിക്കേണ്ട പ്രവർത്തനമാണെന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അത്രയും ശ്രദ്ധയോട് കൂടിയിട്ടാണ് അത് നമ്മൾ രൂപകൽപ്പന ചെയ്യേണ്ടത്, ഡിസൈൻ ചെയ്യേണ്ടത്, രൂപകൽപ്പന ചെയ്യേണ്ടത്. ഇംപ്രൂവ് ദ ലെവൽ ഓഫ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, അവരുടെ സംതൃപ്തി, നമ്മുടെ ഉപഭോക്താവിന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും രൂപകൽപ്പന ചെയ്യണം. അവരുടെ തൃപ്തി വരാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഓഫറുകൾ കൊടുക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു ആക്ടിവിറ്റീസ് ആണ് കസ്റ്റമർ സർവീസ് എന്ന് പറയുന്നത്. ഇനി കസ്റ്റമർ സർവീസ് ക്യാൻ ബി ഗിവൺ ബൈ എ സെയിൽസ്മാൻ ഓർ അതിലെ നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് ദാറ്റ് ഈസ് എ ഫീലിംഗ് ദാറ്റ് എ പ്രോഡക്റ്റ് ഓർ സർവീസ് ദാറ്റ് ഹാസ് ടു മീറ്റ് ദ കസ്റ്റമർ എക്സ്പെക്ടേഷൻ. കസ്റ്റമറിന്റെ ഉപഭോക്താവിന്റെ ആവശ്യം പോലെ അവർക്ക് എന്താണ് അവർ മനസ്സിൽ ആഗ്രഹിക്കുന്നത്, എക്സ്പെക്ട് ചെയ്യുന്നത്, പ്രതീക്ഷിക്കുന്നത് അത്രയും തന്നെയുള്ള ആ ഒരു രീതിയിൽ തന്നെയായിരിക്കണം, ആ ഫീലിങ്ങോട് കൂടിയിട്ടായിരിക്കണം ഇത്തരത്തിലുള്ള ഡിസൈൻസ് നേരത്തെ കുട്ടി പറഞ്ഞ ഓഫറുകളെല്ലാം തീരുമാനിക്കാൻ വേണ്ടിയിട്ട്. കസ്റ്റമർ സർവീസ് ക്യാൻ ഗിവൺ ബൈ സെയിൽസ്മാൻ ഓർ ഹോസ്പിറ്റൽ എക്സിക്യൂട്ടീവ്സ്. ഇവിടെ ഹോസ്പിറ്റൽ എക്സിക്യൂട്ടീവ്സ് ആണ് ഇതിന്റെ ഈ സർവീസ് നമ്മൾക്ക് കസ്റ്റമർ സർവീസ് പ്രധാന കാര്യങ്ങളൊക്കെ പ്രദാനം ചെയ്തു തരുന്നത്. ഓൾസോ ത്രൂ ഓട്ടോമാറ്റഡ് ഇന്റർനെറ്റ് സർവീസ്. ഇവര് പ്രദാനം ചെയ്ത മറ്റൊരു സർവീസ് എന്ന് പറയുന്നത് ഇന്റർനെറ്റ് സർവീസ് ആണ്. അതായത്
നമുക്ക് ചില കാര്യങ്ങളല്ലേ നമുക്ക് ബ്ലഡിന്റെ ഒക്കെ റിപ്പോർട്ടൊക്കെ അല്ലെങ്കിൽ സ്കാനിന്റെ റിപ്പോർട്ടൊക്കെ ചിലപ്പോണെങ്കിൽ നെറ്റ് വഴി നമുക്ക് അയച്ചു തരുന്ന സർവീസുകളൊക്കെയാണ് പ്രധാനമായിട്ടും ഇതിൽ നിന്ന് കിട്ടുന്നത്. The medical receptionist is often the first person with the whom patient has with the medical facility. മെഡിക്കൽ ഫെസിലിറ്റിയുമായിട്ട് മെഡിക്കലായിട്ടുള്ള സൗകര്യപ്രദമായിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ഓഫറുകളൊക്കെയാണ് ഉള്ളതെന്ന് നമുക്ക് റിസപ്ഷനിസ്റ്റ് വഴിയാണ്, അതായത് മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് വഴിയാണ് ഈ പേഷ്യന്റിന് ആദ്യം തന്നെ അറിയാനായിട്ട് സാധിക്കുന്നത്. മറ്റൊരു വ്യക്തിയിൽ നിന്നല്ല, റിസപ്ഷനിസ്റ്റ് വഴിയായിട്ടാണ് ആദ്യം കാര്യങ്ങളെല്ലാം അറിയാനായിട്ട് സാധിക്കുന്നത്. Giving patient individual attention can go a long way in establishing their positive experience with the facility. അതായത് പേഷ്യന്റിന് ഇൻഡിവിജ്വൽ അറ്റൻഷനോട് കൂടിയിട്ട് എല്ലാ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. അതായത് ഇവിടെ നമ്മൾ ചീറ്റ് എടുത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ടൈമിൽ നിങ്ങൾ വരുമ്പോഴെന്താണ് നെറ്റ് വഴി നിങ്ങൾക്ക് ചീറ്റ് എടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള ഒരു പ്രധാനമായിട്ടും സാധാരണ നിന്ന് വ്യത്യസ്തമായിട്ട് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള സൗകര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും അറിയുന്നുണ്ട്. നിങ്ങളിപ്പോ എന്താ പറയുക, ഫോൺ വഴി നിങ്ങൾ ബുക്ക് ചെയ്താൽ മതി, നിങ്ങൾക്ക് ബുക്ക് ചെയ്യാനായിട്ടുള്ള അവസരം ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് റിസൾട്ട് ഒക്കെ ആണെങ്കിൽ ഇന്ന രീതിയിൽ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി കൊടുത്താൽ മതി, അല്ലെങ്കിൽ വാട്സാപ്പിന്റെ ലിങ്ക് കൊടുത്താൽ മതി, നിങ്ങൾക്ക് അയച്ചു തരാനായിട്ട് സാധിക്കും. നിങ്ങൾ അത് എടുത്തിട്ട് ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ട് ഡോക്ടറെ കണ്ടാൽ മതി. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് ആരാണ്? റിസപ്ഷനിസ്റ്റ് വഴിയാണ് പറയുന്നത്. Giving patients individual attention can go a long way establishing their positive experience with the facility. Okay, clear ആയോ? ഇതിലുള്ള വസ്തുതകളാണ് ഞാൻ വിവരിച്ചു തന്നത്. ഓക്കെ, then ഓക്കെ നമുക്ക് എന്താ പറയാ, നെക്സ്റ്റ് അവറും നമ്മൾ തന്നെ കണ്ടിന്യൂ നിങ്ങൾക്കൊരു എന്താ പറയുക, ഈ ക്ലാസ് കണ്ടിന്യൂ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതിൽ ഒരു എന്താ പറയുക, കുറച്ചു നേരം കേട്ടിരിക്കേണ്ട ഒരു ഇതാണ്, ഒരു ബിസിനസ് ലാംഗ്വേജ് കൂടിയാണ്. മറ്റേത് മാത്രം ഹോസ്പിറ്റലിന്റെ ഉള്ളിലുള്ള പ്രവർത്തനങ്ങളല്ല ഇതിൽ ഉപയോഗിക്കുന്നത്. ഫ്രണ്ട് ഓഫീസിലെ ഒരു വ്യക്തിക്ക് ഉണ്ടായിരുന്ന കുറെ കാര്യങ്ങൾ നമ്മൾ ചേർന്നിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. കണ്ടിന്യൂ ചെയ്യാം നമുക്ക്, അല്ലെങ്കിൽ കുറച്ച് ബ്രേക്ക് എടുക്കാം. അതായത് നെക്സ്റ്റ് അവറും കൂടി ഞാൻ തന്നെയാണ്. അപ്പോ വേണമെങ്കിൽ ഒരു 2 മിനിറ്റ് ബ്രേക്ക് തരാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം.
ബ്രേക്കൊക്കെ വേണ്ടെന്ന് പറയുന്നുണ്ട്. എനിവേ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ വലിയ പ്രശ്നമൊന്നും ഇല്ലാന്ന് തോന്നുന്നു അല്ലെ? ഡൗട്ടുകളുണ്ടോ? ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോകാം. ക്ലിയർ ചെയ്ത് പോകാം. ബോറായി തോന്നുന്നുണ്ടോ ക്ലാസ്? കണ്ടിന്യൂ ചെയ്യാം. എന്താണ് വാട്ട് ഈസ് CRM? നെക്സ്റ്റ് ഒരു ഇത് പറയുന്നത് CRM എന്നുള്ളതാണ്. എന്തായാലും നമുക്ക് ഒന്നാമത്തെ പോർഷൻസ് കേൾക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് എന്തായാലും കണ്ടിന്യൂ ചെയ്യുന്നത്. നോക്കാം. വാട്ട് ഈസ് CRM എന്നുള്ളത്? CRM stands for Customer Relationship Management. As the name indicates, CRM software is a system of managing relationship with the customer. അതായത് CRM കൊണ്ട് ഉദ്ദേശിക്കുന്നത് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ്. അതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ്. എടുത്തു നോക്കുമ്പോൾ പ്രത്യേകിച്ചൊന്നും ചിന്തിക്കാനൊന്നുമില്ല. അതായത് നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമ്മുടെ OPD എടുക്കുന്നതിന് നമ്മളിൽ നിന്ന് കുറെ ഡാറ്റാസ് ഒക്കെ അവർ സ്വീകരിക്കും അല്ലെ? അതെല്ലാം അവർ റെക്കോർഡ് ചെയ്യും. അതെല്ലാം രേഖപ്പെടുത്തിയതിന് ചെയ്തുമായി ബന്ധപ്പെട്ടാണ് അവരുടെ മാനേജ്മെന്റ് ആ ഹോസ്പിറ്റലിലെ എല്ലാ വിങ്ങിലേക്കും അതിൻ്റെതായ ഡീറ്റെയിൽസ് ഒക്കെ അവർ കൊടുക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ഈ പ്രവർത്തനങ്ങൾ നടക്കുന്നത് എന്താണ്? ഒരു സോഫ്റ്റ്വെയർ സിസ്റ്റം വഴിയാണ്. അതാണ് ഇവിടെ പറയുന്നത് CRM എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. CRM സ്റ്റാൻഡ്സ് ഫോർ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ്. As the name indicates, CRM സോഫ്റ്റ്വെയർ അതൊരു സോഫ്റ്റ്വെയർ ആണ്. ഇറ്റ്സ് എ സിസ്റ്റം ഫോർ മാനേജിങ് റിലേഷൻഷിപ്പ് വിത്ത് കസ്റ്റമർ. കസ്റ്റമറുമായി ബന്ധപ്പെടാനായിട്ട് അല്ലെ? അവരുടെ മാനേജ്മെന്റിൽ ആവശ്യമായിട്ടുള്ള കസ്റ്റമർ വന്ന് കയറുമ്പോൾ അവരുടെ ഡീറ്റെയിൽസ് എല്ലാം കളക്ട് ചെയ്ത് അതുമായി ബന്ധപ്പെട്ട രീതിയിൽ ഡോക്ടേഴ്സുമായിട്ട് കളക്ട് ചെയ്ത് ഇവർക്ക് ആ സേവനം സാധിച്ചു കൊടുക്കുന്ന ഒരു സിസ്റ്റമാണ്, ഒരു സോഫ്റ്റ്വെയർ സിസ്റ്റമാണ് ഇത് CRM എന്ന് പറയുന്നത്. ഓക്കെ, CRM എന്ന രീതിയിലാണ് നമ്മളിപ്പോ ഹോസ്പിറ്റലിലൊക്കെ ചെല്ലുമ്പോഴും മിക്കവാറും സ്ഥാപനങ്ങളിലൊക്കെ എന്താണ് ഈ സോഫ്റ്റ്വെയർ ഒക്കെ ആയിരിക്കും ഉപയോഗിക്കുന്നത്. ചില ഹോസ്പിറ്റലിൽ അതിൻ്റെതായ സിസ്റ്റം ഉണ്ടായിരിക്കും. എവിടെ ചെന്നാലും എന്തായാലും ഇതിന്റെയൊക്കെ ഒരു ഇതായിരിക്കും, മോഡലായിരിക്കും. എന്തായാലും CRM സോഫ്റ്റ്വെയർ രീതിയിലായിരിക്കും നമ്മളിൽ നിന്ന് എന്താ പറയുക ഡാറ്റാസ് ഒക്കെ കളക്ട് ചെയ്യും. ഹെൽത്ത് കെയർ CRM എന്താണ്? ഹെൽത്ത് കെയർ CRM നോക്കാം. Healthcare customer relationship management can manage a complete database on patients that are recorded securely and cannot be accessed by third party. അതായത് ഹെൽത്ത് കെയർ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് അതായത് അതുമായി ബന്ധപ്പെട്ട CRM എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഡാറ്റാബേസ് ഓഫ് ദ പേഷ്യൻസിന്റെ എല്ലാ ഡീറ്റെയിൽസും അവർ റെക്കോർഡ് ചെയ്യും. അത് സെക്യൂർലി ആൻഡ് കാനോട്ട് ആക്സസ്ഡ് ബൈ തേർഡ് പാർട്ടീസ്. അതായത് അവരുടെ മാനേജ്മെന്റ് അനുസരിച്ച് ആ ഹോസ്പിറ്റലിന്റെ മാനേജ്മെന്റ് അനുസരിച്ച് അവര് എന്താണ് പേഷ്യൻസിന്റെ എല്ലാ ഡീറ്റെയിൽസും കളക്ട് ചെയ്യുന്നത് ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ ഡോക്ടറെ കാണുന്നതിന് മുമ്പ് നിങ്ങൾ അവരോ ചോദിക്കുമ്പോൾ നിങ്ങളുടെ ഡോക്ടേഴ്സിനെ നേരത്തെ കണ്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇവിടുത്തെ ആദ്യത്തെ അപ്പോയിന്റ്മെന്റ് ആണോ, ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളുണ്ടോ. അപ്പൊ കൂടുതൽ അസുഖങ്ങളുമായി ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ പറഞ്ഞു കൊടുക്കേണ്ടത്. അതുകൊണ്ടാണ് പറയുന്നത് ഈ റെക്കോർഡുകളെല്ലാം സെക്യൂർലി ആയിരിക്കും. എന്ന് വെച്ചാൽ അത് അവര് സ്വകാര്യതയോടുകൂടി തന്നെയാണ് സൂക്ഷിക്കുക. ആൻഡ് കാനോട്ട് ബി അക്സസ്ഡ് ബൈ തേർഡ് പാർട്ടീസ്. ഒരു തേർഡ് പാർട്ടീസിന് ഇവര് അത് കൈകാര്യം ചെയ്യാനായിട്ട് അനുവദിക്കില്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മുടെ ഹെൽത്ത് കെയർ CRM അത് ആ മാനേജ്മെന്റിന്റെ ആ ഒരു ഇതാണ്. മാനേജ്മെന്റിനുള്ള ഒരു ടൈപ്പാണ്. നമ്മൾ കൊടുക്കുന്ന സംഭവങ്ങളെല്ലാം അവര് എന്താണ് കാനോട്ട് ബി അക്സസ്ഡ് ബൈ തേർഡ് പാർട്ടീസിന് കൊടുക്കുന്നതല്ല. The CRM medical software can easily provide the information rendered to the patient through text, phone calls or email from anywhere at any time. അതായത് ഇതിൽ നമുക്ക് അല്ലെ നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ വേണമെങ്കിലും നമുക്ക് ഇൻഫോർമേഷൻസ് മെയിൽ ചെയ്യാം, അതേപോലെ തന്നെ ഫോൺ കോൾ വഴി വേണമെങ്കിൽ ചെയ്യാം. നമ്മളിപ്പോ അവിടേക്ക് ഇല്ല, നമുക്ക് നെക്സ്റ്റ് ഈ ക്ലാസ് തന്നെ കണ്ടിന്യൂ ചെയ്തിട്ട് നമുക്ക് കുറച്ച് ടൈം കൂടി കുറെ എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കുറച്ചും കൂടി എടുക്കാം, എടുത്തിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അതായത് വേറെ ക്ലാസ് അല്ലെ നമുക്ക് വേണമെങ്കിൽ എന്താ പറയുക 3:00 ആണെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാൻ നോക്കാം. അപ്പൊ അതുവരേക്കും നിങ്ങൾ എടുക്കുക. അതായത് മറ്റ് മിസ്സിന് കയറാൻ പറ്റാത്തത് കൊണ്ടാണ്. ഓക്കെ, നോക്കാം എന്താണ് നമ്മുടെ CRM-മായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയുന്നത്. അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ
ഫോൺ കോൾ വഴി അല്ലെ, ഫോൺ വഴി നമ്മൾ രേഖപ്പെടുത്തിയതിനു ശേഷം അതെ ഓക്കെ. അപ്പൊ അതിലെന്താ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഫോൺ കോൾ വഴി അല്ലെങ്കിൽ ഇമെയിൽ വഴി കാര്യങ്ങളെല്ലാം നമുക്ക് CRMന്റെ കാര്യങ്ങളെല്ലാം രേഖപ്പെടുത്തി കൊടുക്കാനായിട്ട് സാധിക്കും. എവിടെ നിന്നാണെങ്കിലും അത് കൈകാര്യം ചെയ്യാൻ സാധിക്കും. Furthermore, these informations can also be used by hospitals to keep them informed on a personalized care type of marketing measure. അതായത് ഇതില് പ്രത്യേകമായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേഴ്സണലൈസ്ഡ് കെയർ അല്ലെ, ഇവർക്ക് ഒരു വ്യക്തിപരമായിട്ടുള്ള കെയർ നമ്മൾ പറഞ്ഞു. നേരത്തെ കൊടുത്ത ഇൻഫോർമേഷൻസ് എല്ലാം അവർ കീപ്പ് ചെയ്യുമെന്ന് പറഞ്ഞു. ഈ കീപ്പ് ചെയ്യുന്ന ഇൻഫോർമേഷൻസ് ഒന്നും അവരെ പാസ് ചെയ്യില്ലെന്ന് പറഞ്ഞു. അതായത് മറ്റൊരാൾക്ക് തേർഡ് പാർട്ടിയിൽ നിന്നും മീറ്റ് ചെയ്യാനായിട്ടൊക്കെ കാണിച്ചു കൊടുക്കില്ല എന്ന് പറഞ്ഞു. അതേമാതിരി തന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് ഈ മാർക്കറ്റിംഗ് മെഷറിന് വേണ്ടിയിട്ട് ഇവിടെ കൊടുക്കുന്ന ഇൻഫോർമേഷൻസ് എല്ലാം ബേസ് ചെയ്തിട്ടാണ് ഇവര് കുറെ മെഷേഴ്സ് അല്ലെ, നമ്മുടേതായിട്ടുള്ള കുറെ കാര്യങ്ങളെല്ലാം എന്തോരം പേഷ്യൻസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്, ഈ പേഷ്യൻസിനെല്ലാം ഇനിയുള്ള എക്യുപ്മെന്റ്സിന്റെ ആവശ്യകതയുണ്ട്. നമുക്ക് കൊടുക്കുന്ന ഡീറ്റെയിൽസിന്റെ ബേസിലാണ് ഡോക്ടേഴ്സും തീരുമാനിക്കുന്നത് എന്തൊക്കെ എക്യുപ്മെന്റ്സ് ഒക്കെ ഇവിടെ ആവശ്യമുണ്ട്, എന്തൊക്കെ മെഡിസിൻസ് ഒക്കെ ഇവിടെ ആവശ്യമുണ്ട്, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് പേഴ്സണലൈസ്ഡ് കെയർ ആണ്. ഒപ്പം തന്നെ മാർക്കറ്റിംഗ് മെഷർമെന്റിന് വേണ്ടിയിട്ട് ഈ ഇൻഫോർമേഷൻസ് ഉപയോഗിക്കാനായിട്ട് സാധിക്കുമെന്നുണ്ട്. CRM in healthcare not only store patients contact information, but it also give a comprehensive overview of their medical history, appointments and prescriptions. അതായത് ഇതില് നമ്മൾ സാധാരണയായിട്ട് ഇൻഫോർമേഷൻസ് മാത്രമുള്ള കുറച്ച് ഇൻഫോർമേഷൻസ് മാത്രം നമ്മൾ എന്താ പറയുന്നത് സാധാരണ പേര് എന്തെങ്കിലും പറയുന്നത് ഏജ് അല്ലെങ്കിൽ ലൊക്കാലിറ്റി അങ്ങനത്തെ കുറെ കാര്യങ്ങൾ മാത്രമല്ല അത് ചോദിച്ചറിയും. അതോടൊപ്പം തന്നെ നമ്മുടെ മെഡിക്കൽ ഹിസ്റ്ററീസ് ഒക്കെ കുറിച്ച് രേഖപ്പെടുത്താൻ കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിച്ചറിയും. അപ്പോയിന്റ്മെന്റ്സുകൾ കാര്യങ്ങൾ പറയും, എന്തെങ്കിലും പ്രിസ്ക്രിപ്ഷൻസ് ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യും. ഇൻഫോർമേഷൻസ് ഒക്കെ ആഡ് ചെയ്യും. മാത്രമല്ല in short, the availability of medical CRM helps the healthcare industry to offer instant services which can improve the overall performance of the hospital. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞപ്പോ ഒരു ഇൻ കേസ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മളൊരു പേഷ്യന്റിനെയും കൊണ്ട് ചെല്ലാണ്. ആ പേഷ്യന്റ് ഭയങ്കര ഒരു ക്രിട്ടിക്കൽ സ്റ്റേജ് ആണ്. അപ്പൊ നമ്മൾ ആദ്യം ചെല്ലുന്നത് നമ്മൾ ഈ പറഞ്ഞ റിസപ്ഷനിസ്റ്റിന്റെ അടുത്താണ്. അപ്പൊ അവിടെ റിസപ്ഷനിസ്റ്റിന്റെ അടുത്ത് ചെല്ലുമ്പോൾ അവരോട് നമ്മൾ ചോദിക്കും, അവര് നമ്മളോട് ചോദിക്കും എന്താണ് നിങ്ങൾക്ക് എന്താ പ്രോബ്ലംസ് പറ്റിയ, എന്താണ് പെട്ടെന്ന് എന്തായത്, ഒരു ഇതിരി കൂടി സ്പീഡിലി കാര്യങ്ങൾ നമ്മൾ നിന്ന് കളക്ട് ചെയ്തപ്പോൾ നമ്മളോട് പറയും ഇതിന്റെ പ്രോബ്ലംസ് ആണ് സംഭവിച്ചത്, അവർക്ക് എന്താണെന്ന് അറിയില്ല, പെട്ടെന്ന് ഇങ്ങനെ ക്വാളിറ്റി ഫീൽ ചെയ്ത് അങ്ങനെയൊക്കെ നമ്മൾ പറയും അല്ലെ. നമുക്ക് എന്താണ് ആ മാറ്റർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിലേറ്റീവ്സ് അല്ലെങ്കിൽ ആരാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് പറയും. അപ്പൊ ഇൻസ്റ്റന്റ് സർവീസ് ഇവർക്ക് വേണ്ടിയിട്ട് എന്ത് സേവനമാണ് കാഴ്ചവെക്കേണ്ടതെന്ന് ആദ്യം കേൾക്കുന്നത് ആരായി? റിസപ്ഷനിസ്റ്റ്. ഈ CRMലൂടെയാണ് അവര് അത് ഇൻഫോം രേഖപ്പെടുത്തുന്നത്. ഇവര് പറയുന്ന കാര്യങ്ങളെല്ലാം അപ്പൊ ഇൻഫോം ചെയ്യുന്നത് ഈ CRM വഴിയാണ് ഇവർ പറയുന്ന കാര്യങ്ങളെല്ലാം രേഖപ്പെടുത്തുന്നത്. അതോടൊപ്പം തന്നെയാണ് അതുവഴിയാണ് ഡോക്ടേഴ്സിനെ ഏത് ഡോക്ടറെയാണ് നമ്മൾ കാണിക്കേണ്ടതെന്ന് അവർ ഡിസൈഡ് ചെയ്യുന്നത്. ഡോക്ടറായിട്ട് പെട്ടെന്ന് ഇപ്പൊ സ്ട്രോക്ക് പേഷ്യന്റ് ഒക്കെയാണ് നമുക്ക് ചില ഒക്കെ ആണെങ്കിൽ വിതിൻ ദ ടൈമിൽ അവർക്ക് മെഡിസിൻസ് ഒക്കെ കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ തന്നെ ഇവര് പറയുന്നത് നമുക്കറിയാം സ്ട്രോക്ക് പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ അവർക്ക് മെഡിസിൻ കൊടുക്കണമെങ്കിൽ പിന്നെ റീഡിംഗ് ഒക്കെ അവര് നോട്ട് ചെയ്തിട്ടുണ്ട്, കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇൻഫോം ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ സ്ട്രോക്ക് മെഡിസിൻ കൊടുക്കാൻ പറ്റില്ല. കാരണം അത് ഒന്നും നോട്ട് ആവേണ്ട മെഡിസിൻ ആണ്. അപ്പൊ ഇങ്ങനെ ഒരു ഒഴുക്കുണ്ടെങ്കിൽ അവർക്കത് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കൊടുക്കുന്ന പേഷ്യൻസ് കൊടുക്കുന്ന ഇൻഫോർമേഷൻസ് അല്ലെങ്കിൽ അതിന്റെ റിലേറ്റീവ്സ് കൊടുക്കുന്ന ഇൻഫോർമേഷൻസിന്റെ ബേസിലാണ് ഇവരുടെ സർവീസുകൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സൊല്യൂഷൻസ് ഒക്കെ എന്താണ് അതിനെ പരിഹാരിക്കാനുള്ള മാർഗങ്ങൾ അല്ലെങ്കിൽ ഇംപ്രൂവ് ചെയ്യാൻ ഈ വ്യക്തിക്ക് ആരോഗ്യം വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് എന്തൊക്കെ സേവനങ്ങളാണ് കൊടുക്കാൻ പറ്റാന്നൊക്കെ തീരുമാനിക്കുന്നത്. അതേമാതിരി തന്നെ ഈ ഹോസ്പിറ്റലിൽ ഇതിനുള്ള സൗകര്യം ഉണ്ടോ എന്നുള്ള കാര്യം കൂടി ഇവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് അതിന്റെ ഇംപ്രൂവ് ദ ഓവറോൾ പെർഫോമൻസ് ഓഫ് ദ ഹോസ്പിറ്റൽസ്. അപ്പൊ അവർക്ക് പറയാം ഓക്കെ നിങ്ങളൊന്ന് പെട്ടെന്ന് അല്ലെങ്കിൽ CT സ്കാൻ എടുക്കണമെങ്കിൽ MRI സ്കാൻ എടുക്കുന്നൊക്കെ അത് ഡോക്ടേഴ്സ് കൂടി കൺസിഡർ ചെയ്തിട്ട് അവരെ പരിഗണിച്ചിട്ട് അവരെ തീരുമാനത്തിലേക്ക് എത്തിക്കും. അപ്പൊ നമ്മൾ കൊടുക്കുന്ന ഇൻഫോർമേഷൻസ് അത് CRMൽ കൊടുക്കുന്ന ഈ നമ്മുടെ കസ്റ്റമറുടെ ആ ഇൻഫോർമേഷൻസിന്റെ ബേസിലാണ്, കസ്റ്റമറിന്റെ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് കൊടുക്കുന്ന ഇൻഫോർമേഷൻസിന്റെ ബേസിലാണ് ഇത്തരം കാര്യങ്ങളെല്ലാം സാധിക്കുന്നത്, ക്യാച്ച് ചെയ്യാനായിട്ട് അല്ലെ പെട്ടെന്ന് തന്നെ തീരുമാനങ്ങൾ എടുക്കാനൊക്കെ ആയിട്ട് സാധിക്കുന്നത് എന്നുള്ളതാണ്. എന്താണ് CRM എന്ന് മനസ്സിലായോ? CRM എന്ന് പറയുമ്പോൾ നമ്മുടെ ഫ്രണ്ട് ഓഫീസിൽ കൊടുക്കുന്ന കുറച്ച് ഇൻഫോർമേഷൻസ്. അപ്പൊ ആ ഇൻഫോർമേഷൻസിന്റെ ബേസിലാണ്
കുറെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ പ്രത്യേകം സെലക്ട് അറിയാവുന്നത് ചെയ്തത് ആണോ? അത് ചെയ്യാറെന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ ആണ് മസ്റ്റായിട്ട് ഓർത്ത് വെക്കുക. അതുവഴി നമുക്ക് എവിടെയാണെങ്കിലും കൈകാര്യം ചെയ്യാനായിട്ട് എളുപ്പം കൈകാര്യം ചെയ്യാനായിട്ട് പറ്റും. കാരണം സോഫ്റ്റ്വെയർ ആണ് ഇൻഫോർമേഷൻസ് ഒക്കെ പെട്ടെന്ന് കൊടുക്കാനായിട്ട് സാധിക്കും. അതേമാതിരി തന്നെ ഓരോരുത്തർ അറിയിക്കാനായിട്ട് അല്ലെ. Not only store my patient's contact information, but it also give a comprehensive overview of their medical history. അവരുടേതായിട്ടുള്ള മെഡിക്കൽ ആയിട്ടുള്ള എല്ലാ ഹിസ്റ്ററീസ് എല്ലാം അവരെ രേഖപ്പെടുത്തിയിട്ട് അതനുസരിച്ച് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ സാധിക്കും. As well in short, the availability of medical CRM helps the healthcare industry offer instant services. പെട്ടെന്ന് തന്നെയുള്ള സേവനങ്ങളൊക്കെ അല്ലെങ്കിൽ സൊല്യൂഷൻസ് ഒക്കെ നിർദ്ദേശിക്കാനായിട്ട് CRM വഴി ഹെൽപ്ഫുൾ ആവും എന്നുള്ള കാര്യമാണ് ഇന്നത്തെ പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം. ക്ലിയർ ആണോ? ഓക്കെ, നിങ്ങൾ വായിച്ചു നോക്കി മനസ്സിലാക്കിയാൽ മതി. അതൊരു പുതിയ ടേമുകളാണല്ലേ. ചിലടത്ത് റിസപ്ഷനിസ്റ്റ് നമുക്കറിയാം. ചിലപ്പോ റിസപ്ഷനിസ്റ്റ് എന്ന് പറയുന്നത് ഓരോ സെപ്പറേറ്റ് വിങ്ങിൽ വരെ വലിയ ഹോസ്പിറ്റലാണെങ്കിൽ സെപ്പറേറ്റ് വിങ്ങിൽ വരെ ഓരോ റിസപ്ഷനിസ്റ്റൊക്കെ നിർത്തിയാണ് കാണാറ്. സ്കാനിങ് സെന്ററിലാണെങ്കിലും അല്ലെങ്കിൽ പ്രത്യേക ഓരോ ഡിപ്പാർട്ട്മെന്റുകളിലാണെങ്കിലും റിസപ്ഷനിസ്റ്റൊക്കെ നിർത്തിയാണ്. അപ്പൊ ആ ഡിപ്പാർട്ട്മെന്റ് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കും അവർ കണക്ട് ചെയ്യുന്നത്. ഹോസ്പിറ്റലിലെ മൊത്തത്തില് ഫ്രണ്ടിലെ വിങ്ങിലാണെങ്കിൽ ഇന്ന കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ചെയ്യുന്നത് എന്നുള്ള കാര്യം ഓർത്തിരിക്കാം. അതിന്റെ അഡ്വാൻറ്റേജസ് പറയുന്നുണ്ട്, ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് പറയുന്നുണ്ട്. കോംപ്രഹെൻസീവ് പേഷ്യന്റ് മാനേജ്മെന്റ്, അതിന്റെ പ്രധാനമായിട്ട് പറയുന്ന ഒരു വസ്തുത എന്ന് പറയുന്നത് എന്താണ്? Comprehensive patient management software can do all the tasks in relation with the managing requirements. അതായത് ഫുള്ളായിട്ട് നമ്മുടെ ഫുൾ ഡീറ്റെയിൽസും നമ്മൾ കൊടുക്കുകയാണ്. പേഷ്യന്റിന്റേതായ കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് നമ്മൾ മാനേജ്മെന്റിന് ഷെയർ ചെയ്യാണ് എന്ന് ഈ സോഫ്റ്റ്വെയർ വെച്ചിട്ട്. അതുകൊണ്ട് തന്നെ മാനേജ്മെന്റിന്റെ അപ്പോയിന്റ്മെന്റ്സിന് ഒരു നല്ലൊരു റിലേഷൻഷിപ്പ് കൂടിയിട്ട് നല്ലൊരു ബന്ധത്തോട് കൂടിയിട്ട് ആയിരുന്ന വ്യക്തിയെ ഇതിലേക്ക് നമുക്ക് ട്രീറ്റ്മെന്റിനായിട്ട് അപ്പോയിന്റ്മെന്റ് കൊടുക്കാം എന്നുള്ള ഒരു ബന്ധത്തിലേക്ക് ഏർപ്പെടാനാണ് ചെയ്യുന്നത്. നമ്മൾ കൊടുക്കുന്നത് കോംപ്രഹെൻസീവ് എന്ന് പറഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽസ്, മൊത്തത്തിലുള്ള ഡീറ്റെയിൽസ് പേഷ്യന്റിന് മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ വഴി കൊടുക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്, ആ റിലേഷൻഷിപ്പിന്റെ ബേസിൽ മാനേജ്മെന്റ് എന്തായാ ചെയ്യാൻ ഇവർക്ക് അപ്പോയിന്റ്മെന്റ് കൊടുക്കുകയാണ്. Then a second one, multi-departmental collaboration. A hospital or a private practice has a many departments that must work in the agreement to provide the best patient experience. നമുക്കറിയാം ഹോസ്പിറ്റലുകൾ വിവിധ ഡിപ്പാർട്ട്മെന്റുകളായിട്ടാണ് ഇപ്പൊ വർക്കുന്നത്. നമ്മുടെ ഒരു ഹോസ്പിറ്റലാകുമ്പോൾ വ്യത്യസ്ത നെഫ്രോളജിയോ ന്യൂറോളജിയോ കാർഡിയോളജി അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെന്റുകൾ ബേസ് ചെയ്തിട്ടാണ് ഇപ്പൊ നമ്മള് ഹോസ്പിറ്റൽ സേവനങ്ങളൊക്കെ നൽകുന്നത്. അപ്പൊ ഈ മൾട്ടി ഡിപ്പാർട്ട്മെന്റ് അവർക്കൊക്കെ സഹകരണം ആവശ്യമാണ് അല്ലെ. എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലേക്കും സഹകരിക്കാൻ നമ്മൾ റിസപ്ഷനിസ്റ്റിന് കൊടുക്കുന്ന CRMന്റെ ബേസിലാണ് ഇത് ഏത് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് ഈ പേഷ്യന്റിനെ വിടേണ്ടതെന്ന് തീരുമാനമെടുക്കുന്നത്. ആ ഡിപ്പാർട്ട്മെന്റിലാണ് പിന്നെ പോകുന്നത്. ആ ഡിപ്പാർട്ട്മെന്റിൽ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ ആ ടൈമിൽ ഓക്കെ അപ്പോയിന്റ്മെന്റ് ഓക്കെയാണ്. അപ്പൊ നമ്മൾ കുറിച്ചില്ലാണ് നമുക്ക് റിസപ്ഷനിസ്റ്റിന്റെ അടുത്ത് ചിലപ്പോൾ സ്കാനിങ് ചെയ്യണം, അല്ലെങ്കിൽ പിന്നെ നമുക്ക് എന്തെങ്കിലും നമ്മുടെ ഡയാലിസിസ് ചെയ്യാൻ കൊണ്ട് നമ്മൾ ചെല്ലുമ്പോഴാണ് ആ ഡിപ്പാർട്ട്മെന്റിലേക്ക് അവർ കണക്ട് ചെയ്യാൻ. അപ്പൊ ഓക്കെ ഇന്ന് ഡയാലിസിസ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാവും. അപ്പൊ ആ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ഒരു സഹകരണം ആവശ്യമാണ്. അത് ഒരു പ്രത്യേക CRM വഴിയാണെങ്കിൽ അത് എളുപ്പം സാധ്യമാക്കാനായിട്ട് സാധിക്കും എന്നാണ് പറയുന്നത്. മൾട്ടി ഡിപ്പാർട്ട്മെന്റ് കൊളാബറേഷൻ ഹോസ്പിറ്റൽ ടു. അതേമാതിരി തന്നെ ഇവിടെ വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്. പ്രൈവറ്റ് പ്രാക്ടീസ് ഹാസ് മെയിൻ ഡിപ്പാർട്ട്മെന്റ്. നിങ്ങളൊരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ നമ്മളിപ്പോ ഒരു ഹോസ്പിറ്റൽ ചെന്നിട്ട് നമ്മള് ഡോക്ടർ വിസിറ്റ് ചെയ്തു, ചെക്കപ്പ് ചെയ്തിട്ട് നമ്മൾ പറയാണ് ഈ ഹോസ്പിറ്റലിൽ ചിലപ്പോ ആണെങ്കിൽ ഇത് സ്കാൻ ചെയ്യാനുള്ള സ്കാനിങ് സെന്റർ ഇല്ല എങ്കിൽ നമ്മളോട് പറയും അവിടെ പോയിട്ട് സ്കാൻ ചെയ്തിട്ട് നല്ല ഒന്നുകൂടി ഞാൻ പറയാം. ഞാൻ ആ പോയിന്റിൽ നിന്ന് വിട്ടുപോയിട്ടില്ല. ഓക്കെ, നിങ്ങള് പല പ്രാവശ്യം പറയുന്നതിൽ നിന്ന് മീൻ ചെയ്തെടുക്കാൻ പറ്റും. നോക്കാം, ശ്രദ്ധിക്കാം. ഞാനൊന്നും കൂടി പല പ്രാവശ്യം പറയുന്നുണ്ട്. അപ്പൊ അതിൽ നിന്ന് നിങ്ങൾ ക്യാച്ച് ചെയ്തു.
ഞാൻ പറഞ്ഞു വന്നത് ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ ട്രീറ്റ്മെന്റിന് ചെല്ലുമ്പോൾ ഡോക്ടർ പറയുകയാണ് നിങ്ങൾ ഇന്ന സ്ഥലത്ത് പോയി സ്കാൻ ചെയ്തിട്ട് ആ റിപ്പോർട്ട് ഇനി വരുമ്പോൾ നിങ്ങൾ കൊണ്ടുവരണം, അല്ലെങ്കിൽ ഇത്ര ഡേറ്റിനുള്ളിൽ നിങ്ങൾ അതോടെ എത്തിക്കണം എന്നൊക്കെ പറയാം. അപ്പൊ അതൊരു പ്രൈവറ്റ് പ്രാക്ടീസുമായിട്ടുള്ള ഒരു കോൺട്രാക്റ്റിൽ ഒരു എഗ്രിമെന്റിലാണ് ഇവർ ഏർപ്പെടുന്നത്. അതായത് ഡോക്ടേഴ്സും അവിടെയാണ് സ്കാൻ ചെയ്യാൻ നമുക്ക് എഴുതി തരുന്നത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതൊരു ഡിപ്പാർട്ട്മെന്റ് കൊളാബറേഷൻ. ഇൻ കേസ് ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ തന്നെ ഒരു വിങ് ആയിരിക്കാം, ഒരു പക്ഷേ ഡിപ്പാർട്ട്മെന്റ് ഹോസ്പിറ്റലിന്റെ തന്നെ ഒരു വിങ്ങിലായിരിക്കാം. ആ ഡിപ്പാർട്ട്മെന്റായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്തിട്ട് അവിടെ പോയിട്ട് അവിടുത്തെ റിപ്പോർട്ട് എന്നെ ഇവിടെ കാണിക്കണം എന്നൊക്കെ പറയുന്നത്. അതുമാതിരിയുള്ള ആ ഒരു സഹകരണം സാധ്യമാകുന്നത് എന്താണ്, നമ്മുടെ CRM വഴിയാണെന്ന് പറയുന്നത്. മൾട്ടി ഡിപ്പാർട്ട്മെന്റ് കൊളാബറേഷൻ ഹോസ്പിറ്റൽ ഓർ പ്രൈവറ്റ് പ്രാക്ടീസ്. ഇൻ കേസ് നമുക്കറിയാം നേരത്തെ പറഞ്ഞ മാതിരി നിങ്ങൾ വേറെ ഏതെങ്കിലും പ്രാക്ടീസ് ചെയ്യുന്ന പ്രൈവറ്റ് ആയിട്ടുള്ള പ്രാക്ടീസ് വേറെ ഏതെങ്കിലും സ്കാനിങ് സെന്ററിൽ പോയിട്ട് ചെയ്യാനായിട്ടാണ് ഈ ഡോക്ടർ ചിലപ്പോൾ നിർദ്ദേശിക്കുക. അപ്പൊ അവിടെ പോയിട്ട് നമ്മൾ സ്കാൻ ചെയ്തിട്ട് റിസൾട്ട് കാണിക്കേണ്ടതായിട്ട് വരുള്ളൂ. അതാണ് പറയുന്നത് ഹോസ്പിറ്റൽ ഓർ എ പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഹാസ് മെനി ഡിപ്പാർട്ട്മെന്റ് ദാറ്റ് മസ്റ്റ് വർക്ക് ഇൻ എഗ്രിമെന്റ് ടു പ്രൊവൈഡ് ദ ബെസ്റ്റ് പേഷ്യന്റ് എക്സ്പീരിയൻസ്. എന്നിട്ട് പേഷ്യൻസിന് നല്ല ഒരു എക്സ്പീരിയൻസ് കാഴ്ചവെക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. അവിടെയാണ് നല്ലൊരു സെന്റർ. അവിടെ പോയി നിങ്ങൾ റിസൾട്ട് കൊണ്ടുവന്നിട്ട് അതിനെ കാണിക്കും. എന്നിട്ട് ഞാൻ നല്ല ഇതിന്റെ കൃത്യമായിട്ടുള്ള മെഡിസിൻ എന്താണെന്നുള്ളത് ഞാൻ തീരുമാനിക്കാൻ വേണ്ടി നല്ലൊരു എക്സ്പീരിയൻസ് അവർക്ക് കാഴ്ചവെക്കാമെന്ന് പറയുന്നു. അപ്പൊ ഇതൊരു അഡ്വാൻറ്റേജസ് ആണ്. എന്താണ് CRM വഴിയാണ് ഇതെല്ലാം സാധ്യമാക്കുന്നത് അല്ലെ. ചിലപ്പോ അവർ വഴി ആ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്കാണെങ്കിൽ ഇവർ വഴി CRM വഴി പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് അയക്കും. പ്രൈവറ്റ് പാർട്ടീസ് ആണെങ്കിൽ ചിലപ്പോൾ അവിടെയായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇത് അയച്ചു കൊടുക്കും. അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. CRM system can also collect and organize the report that will be beneficial in state healthcare organization. അതായത് ഇതിന്റെ കളക്ട് ഓർഗനൈസ് റിപ്പോർട്ടുകൾ അതെല്ലാം എന്തെങ്കിലുമൊക്കെ ഹെൽത്ത് കെയറിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും നമ്മൾ എന്തായാലും എക്സാം സ്കാനിങ് സെന്ററിലൊക്കെ റിപ്പോർട്ട് നമ്മൾ മേടിക്കുമെന്ന് പറഞ്ഞു. These reports can regarding patients, request or complaints, referrals or internal issues like medical equipments manufacture. നമ്മളിപ്പോ എന്തെങ്കിലും ഇപ്പൊ നമ്മൾ റിസപ്ഷനിസ്റ്റ് ചെന്നേക്കാണ് ഇപ്പോ ഡോക്ടറെ കാണാനായിട്ട് ശരിയാണ്. അപ്പൊ നമ്മൾ പറയാം നമുക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസിൽ നമുക്ക് ആ വാർഡ് കിട്ടിയത് നമുക്ക് പറ്റിയില്ല, നമുക്ക് റൂം വേണം, അല്ലെങ്കിൽ ഇങ്ങനെ കംപ്ലൈൻസുകൾ ഉണ്ടായിരുന്നു. നമുക്കത് CRM ഫില്ല് ചെയ്യുന്നതോടൊപ്പം റിസപ്ഷനിൽ നമുക്ക് അറിയിക്കാൻ പറ്റും അല്ലെ. നമ്മള് ഇൻഫോർമേഷൻസ് സ്വീകരിക്കാൻ അവിടെ ചെയ്യുന്നത്. അപ്പൊ CRM ചെയ്യുന്നതോടൊപ്പം ഫില്ല് ചെയ്യുന്നതോടൊപ്പം നമ്മുടെ കംപ്ലൈൻസോ അല്ലെങ്കിൽ നമുക്ക് എനിക്ക് കഴിഞ്ഞ റെസ്റ്റ് ചെയ്യേണ്ട അതുപോലെ റെഫറൻസും കൂടി കാണിച്ചു തരേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഇന്ന് ഡോക്ടർ വരുമ്പോൾ അത് കൊണ്ടുവരേണ്ടതുണ്ട്. അങ്ങനെ എന്തെങ്കിലും റെഫർ ചെയ്യണമെങ്കിൽ അത് പറയാം. അപ്പൊ ഇന്റേണൽ ഇഷ്യൂസ് നമ്മൾ നേരത്തെ പറഞ്ഞ മാത്രമേ നമ്മളൊരു പേഷ്യൻസിനെ കൊണ്ട് ചെല്ലുമ്പോൾ എന്തെങ്കിലും ഇന്റേണൽ ആയിട്ട് നമുക്കിപ്പോ ഇൻ കേസ് ഒരു പേഷ്യന്റിനെ നമ്മൾ പെട്ടെന്ന് കൊണ്ട് ചെല്ലാണ്. അപ്പൊ ഇവര് ചിലപ്പോൾ ട്രെയിനിങ് എന്തെങ്കിലും സംഭവിച്ചു. CRM ഫസ്റ്റില് ഡിസ്കസ് ചെയ്തല്ലോ എന്താണ് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ്. പോയിന്റ് എന്ന് പറയുമ്പോ ഈ പോയിന്റ് ആണ് ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ CRMന്റെ പോയിന്റ്, തേർഡ് പോയിന്റ്. ഓക്കെ, അത് പറഞ്ഞു കഴിഞ്ഞിട്ടില്ല, തീർച്ചയായിട്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താണ് നമ്മൾ പറയുന്നത് ഇന്റേണൽ ഇഷ്യൂസ്. ഇന്റേണൽ ഇഷ്യൂസ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി നമ്മളിപ്പോ ഹോസ്പിറ്റലിലേക്ക് ഒരു പേഷ്യന്റിനെ കൊണ്ടുപോവുകയാണ്. അപ്പൊ കൊണ്ടുപോകുമ്പോൾ നമ്മൾ ചിലപ്പോൾ നോട്ട് ചെയ്തിട്ടുണ്ട് ചിലപ്പോൾ ടോയ്ലറ്റിൽ പോയിട്ട് ചിലപ്പോൾ ബ്ലീഡിംഗ് ഒക്കെ കണ്ടുവന്ന് വെച്ചു. അപ്പൊ ഇന്റേണൽ ആയിട്ടുള്ള ഒരു ഇഷ്യൂസ് ആണ് അത്, പുറമേ നമുക്ക് കാണിച്ചു കൊടുക്കാൻ സാധിക്കുന്നില്ല. അപ്പൊ അത് ആ ഇഷ്യൂസ് എല്ലാം നമുക്ക് അവരോട് പറയാം. ഇൻ കേസ് ചിലപ്പോൾ ആണെങ്കിൽ ഇവർക്ക് ശ്വാസം മുട്ടുള്ള ഒരു പേഷ്യന്റാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. അപ്പൊ അവർക്ക് ശരീരത്തിൽ ഇങ്ങനെ ശ്വാസം എടുക്കാനായിട്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. അപ്പൊ അത് അവർക്ക് ഇന്റേണലി ഫീൽ ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് നമ്മളോട് പറയുന്നത്. ആ ഇന്റേണൽ ചിലപ്പോണെങ്കിൽ അതൊരു ചിലപ്പോണെങ്കിൽ ചെല്ലുമ്പോൾ തന്നെ അവർ എന്തെങ്കിലും എക്യുപ്മെന്റ്സ് അതാണ് ഉദ്ദേശിക്കുന്നത്. എന്തെങ്കിലും എക്യുപ്മെന്റ്സ് കൊടുക്കുമ്പോൾ അവർക്ക് പമ്പ് ചെയ്ത് എന്തെങ്കിലും ശ്വാസം വലിച്ചെടുക്കാനായിട്ടുള്ള ആ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ആക്ഷനോട് കൂടിയിട്ട് ആ ടൈമില് അത്രയും ഡോക്ടറെ കാണുന്നത് വരെയും എന്തെങ്കിലും എക്യുപ്മെന്റ്സുകൾ ആവശ്യമുണ്ടെങ്കിൽ ഇന്റേണൽ ആയിട്ടുള്ള പ്രോബ്ലംസിന് കൈകാര്യം ചെയ്യാനായിട്ട് നമുക്ക് അവര് എന്തെങ്കിലും അവൈലബിൾ ആക്കി തരും. അപ്പൊ നമ്മള് പറയുന്നത് പേഷ്യൻസിനോടൊപ്പം നോക്കുന്ന റിലേറ്റീവ്സോ അല്ലെങ്കിൽ പേഷ്യൻസോ ഈ CRM ഫീൽഡ് ചെയ്യുമ്പോൾ, അതായത് കസ്റ്റമറിന്റെ റെക്കോർഡ് ചെയ്യുന്നതോടൊപ്പം തന്നെയാണ് റിസപ്ഷനിസ്റ്റിനോട് പറയേണ്ടത് ഇന്ന പ്രോബ്ലംസ് ഈ വ്യക്തിക്ക് ഉണ്ടോ,
അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണിക്കണം, അല്ലെങ്കിൽ ഈ ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് എന്തെങ്കിലും ഡോക്ടറോട് ഒന്ന് പെട്ടെന്ന് ചെയ്യാനായിട്ട് അല്ലെ, എന്തായാലും ചിലപ്പോൾ ചില കാര്യങ്ങൾക്കൊക്കെ ചില ഇഞ്ചക്ഷൻ ചെയ്തിട്ടായിരിക്കും ഡോക്ടർ പിന്നെ ഡോക്ടറെ നോക്കാനൊക്കെ ആയിട്ട് കൊണ്ടുപോകുന്നത്. ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും പോലത്തെ മെഷീൻസ് ഒക്കെ ഇത് ആവശ്യമുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഡോക്ടർ നീങ്ങുന്നത് ആദ്യം തന്നെ റീപ്ലേസ് ചെയ്യാൻ മാത്രം അല്ലെങ്കിൽ എന്തെങ്കിലും ഡോക്ടർ ചെയ്യാനൊക്കെ പറയും. അപ്പൊ അത്തരത്തിലുള്ള എക്യുപ്മെന്റ്സിന്റെ ആവശ്യകതയുണ്ട് എന്ന് അറിയുന്നത് എന്താണ്, നമ്മൾ CRM ചെയ്തോടൊപ്പം പറയുമ്പോഴാണ്. എന്താണ് പറയുന്നത്, CRM system can also collect and organize the report that will be beneficial is a healthcare organization. These reports can be regarding patients request. Patients in the requesting എല്ലാം അവിടെ കേൾക്കാം അല്ലെ. CRM ചെയ്യുന്നതോടൊപ്പം തന്നെ നമുക്ക് ആവശ്യപ്പെടാം ചില കാര്യങ്ങൾ, എന്തെങ്കിലും കംപ്ലൈന്റ്സ് ഉണ്ടെങ്കിൽ പറയാം, നമുക്ക് ഇനി റൂം വേണം അല്ലെങ്കിൽ അതിന് അവിടെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ റെഫറൻസ് ചെയ്യണമെങ്കിൽ അത് പറയാം. ഓർ ഇന്ത്യൻ ഇഷ്യൂസ് ഈ പേഷ്യൻസിനുണ്ട്, ഇതിന് എത്ര പെട്ടെന്ന് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് നമുക്ക് ചോദിക്കാം. മെഡിക്കൽ എക്യുപ്മെന്റ്സ് എന്തെങ്കിലും അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും എക്യുപ്മെന്റ്സ് ഇപ്പൊ അർജന്റായിട്ട് ആവശ്യമുണ്ടോ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ CRM ഫില്ല് ചെയ്യുന്നതോടൊപ്പം പറയാനായിട്ട് സാധിക്കും. ഇൻ കേസ് ഇപ്പൊ അവര് CRM ഫില്ല് ചെയ്യുന്നതോടൊപ്പം കണക്ട് ചെയ്യും ഡോക്ടറായിട്ട്. അപ്പൊ ഡോക്ടർ ചിലപ്പോൾ വിസിറ്റ് ചെയ്യാൻ സമയം കിട്ടിയെന്ന് വരില്ല. അപ്പൊ ഫസ്റ്റ്ലി ചിലപ്പോൾ നഴ്സായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് ചിലപ്പോൾ അവർക്ക് ഫസ്റ്റ് എയ്ഡ് എന്നുള്ള ലെവലില് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറയും. അപ്പൊ നമ്മൾ CRM ഫില്ല് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഡാറ്റാസ് അവിടെ കിട്ടുമ്പോഴാണ് അവർക്ക് അതൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റുക ഉള്ളൂ. അതാണ് അതൊരു അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്. ക്ലിയർ ആയോ തേർഡ് പോയിന്റ്? ഓക്കെ, ഞാനെന്താ പറയുന്നത്, നമ്മൾ ഫസ്റ്റ്ലി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന വിധത്തിലേക്ക് എത്തി വരേണ്ടതുണ്ടല്ലോ. അതാണ് ഫസ്റ്റ്ലി പറഞ്ഞിട്ട് പിന്നെ സെക്കൻഡ് ചിലപ്പോൾ വേറെ എന്തെങ്കിലും മാറ്റേഴ്സ് വെച്ച് പറയും. ചില നമ്മുടെ ചാപ്റ്റേഴ്സിൽ ഇതിന്റെ ആവശ്യകതയൊന്നും ഉണ്ടാവില്ല. ഡയറക്റ്റ് നമുക്ക് ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊക്കെ ഞാൻ അങ്ങനെ തന്നെ പറയും. പക്ഷെ ഇതില് കുറച്ച് കൂടി വിവരിച്ച് പറയേണ്ടതുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കണക്ട് ചെയ്ത് പറയുന്നത്. ഓക്കെ, സെക്കൻഡ് പോയിന്റ് വീണ്ടും ആരോ ചോദിച്ചു, മൾട്ടി ഡിപ്പാർട്ട്മെന്റ് കൊളാബറേഷൻ പറഞ്ഞതായിരുന്നു. അതായത് മറ്റു ഡിപ്പാർട്ട്മെന്റും കൊണ്ട് കൂടി സഹകരണം ആവശ്യമെന്ന് പറഞ്ഞു. നമ്മൾ CRM കൊടുക്കുമ്പോഴായിരിക്കും നമ്മൾ കുറച്ച് മറ്റു പേഴ്സൺസ് ആയിരിക്കും. അപ്പൊ കാർഡിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെടേണ്ടതായിട്ട് വരും. മറിച്ചെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് ഇപ്പൊ നല്ല അറ്റാക്ക് പോലെയുള്ള കാര്യങ്ങളാണ് വേണമെങ്കിൽ എന്താണ് അവർക്ക് ആ ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് കോൺടാക്ട് ചെയ്യേണ്ടത്. ചിലപ്പോൾ ഇൻ കേസ് പ്രൈവറ്റ് പ്രാക്ടീസുകളുമായി ബന്ധപ്പെടേണ്ടതായിട്ട് വരും എന്ന് പറയുന്നത്. ചിലപ്പോൾ ചില ഹോസ്പിറ്റലില് എല്ലാത്തിനുള്ള സൗകര്യം ഉണ്ടായെന്ന് വരില്ല. അപ്പൊ അവര് ചിലപ്പോൾ റെഫർ ചെയ്യും, ഇന്ന ഹോസ്പിറ്റലിൽ പോയി ഇന്നാലും പൈസ പോയിട്ട് നിങ്ങൾ സ്കാൻ ചെയ്തിട്ട് റിപ്പോർട്ടുമായിട്ട് ഇവിടെ വന്ന് എന്നെ കാണാൻ ഡോക്ടറെ വിസിറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് പറയും. അപ്പൊ ഇതെല്ലാം എങ്ങനെ തീരുമാനിക്കണേ എന്താണ് CRM അത് അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് അവർക്ക് കൊടുക്കണം. അതാണ് ഉദ്ദേശിക്കുന്നത്. എന്തെങ്കിലും കാര്യങ്ങൾ അവരായിട്ടൊക്കെ കോണ്ടാക്ട് ചെയ്യണമെങ്കിൽ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിലേക്ക് കിട്ടണമെങ്കിലോ അല്ലെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും എന്തെങ്കിലും ഡിസിഷൻസ് എടുക്കേണ്ടതുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം CRM വഴിയാണ് തീരുമാനിക്കുന്നത്. ന്യൂറോളജിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ആയിട്ട് കോൺടാക്ട് ചെയ്യേണ്ടതായിട്ട് വരും. മൾട്ടി ഡിപ്പാർട്ട്മെന്റ് കൊളാബറേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, നമ്മളിപ്പോ ഫോർത്ത് പോയിന്റിലേക്ക് പോകാം. Save time, resources. Each doctor and nurse at your hospital or private practice can automate their calendars with the CRM software. ഇതെന്താ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഹോസ്പിറ്റലിൽ നമ്മൾ റിസപ്ഷനിസ്റ്റ് കൊടുക്കുന്ന പേഷ്യൻസിന്റെ എത്രത്തോളം പേഷ്യൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഡോക്ടേഴ്സ് അവരുടെ ടൈം അല്ലെങ്കിൽ അവരുടെ സേവനമൊക്കെ ഉപയോഗപ്പെടുത്തുന്നത്. അല്ലെ, ഇന്ന് ഇത്ര ഡോക്ടേഴ്സിന് ശുശ്രൂഷിക്കേണ്ടതുണ്ട് അല്ലെ, പരിശോധിക്കേണ്ടതുണ്ട്, എല്ലാ കാര്യങ്ങളൊക്കെ അവരുടെ കലണ്ടർ അവർ ഓട്ടോമാറ്റിക് പ്രാക്ടീസ് ചെയ്യുന്നത് എന്താണ്, ഇത് ടൈം വെച്ചിട്ടാണ്. ഈ CRM സോഫ്റ്റ്വെയറിന്റെ ഡാറ്റാസിനെ ബേസ് ചെയ്തിട്ടാണെന്നുള്ളതാണ് ഇവിടെ പോയിന്റ്. സേവ് ടൈം ആൻഡ് റിസോഴ്സസ് which doctor and nurse at your hospital or a private practice can automate their calendars with the CRM software. ആ സോഫ്റ്റ്വെയറിൽ കൊടുത്തിരിക്കുന്ന ഇൻഫോർമേഷൻസിന്റെ ബേസിലാണ് ഇവരെല്ലാവരും തീരുമാനങ്ങൾ എടുക്കുന്നത്. ഇനി റെഡ്യൂസ് എറർ ഇൻ മെഡിക്കൽ ബിൽസ്. അതേമാതിരി തന്നെ നമുക്ക് മെഡിക്കലുമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പൊ നോക്കാം. നമ്മൾ റിസപ്ഷനിസ്റ്റ് പേഷ്യൻസിന് നമ്മൾ ചെയ്തിരുന്നതോടൊപ്പം നമ്മൾ പറയാണ് നമുക്ക് ഇൻഷുറൻസ് ഒക്കെ ഉണ്ട്, ഇന്ത്യൻ ഇൻഷുറൻസ് ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് അതിൽ രേഖപ്പെടുത്തും അല്ലെ. അപ്പൊ ബില്ല് അടിക്കുമ്പോൾ
അല്ലെങ്കിൽ എറർ വരാനായിട്ട് സാധിക്കില്ല. കാരണം ഇൻഷുറൻസ് ഉണ്ടെന്ന് നമുക്ക് നേരത്തെ കൂടി ഇൻഫോർമേഷൻസ് കൊടുക്കുന്നതാണ്. ഇൻ കേസ് നമുക്ക് ഇൻഫോർമേഷൻസ് ഓക്കെ നമ്മളെ ഇൻഫോർമേഷൻസ് ഒന്നും മെഡിക്കൽ ഇൻഷുറൻസിന്റെ കാര്യം നമ്മൾ പറയുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി അവർ എല്ലാ കാര്യത്തിനും അപ്പൊ ബില്ലുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പൊ എറർ വരും അല്ലെ? അതുമായി ബന്ധപ്പെട്ട തെറ്റുകൾ വരാൻ സാധ്യതയുണ്ട്. പക്ഷെ നമ്മളിപ്പോ ചീറ്റ് എടുക്കുന്നതോടൊപ്പം തന്നെ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് കൂടി അവർക്ക് പകർന്നു കൊടുക്കുമ്പോൾ CRM ഫില്ല് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അവരത് ഫില്ല് ചെയ്ത് പോകും. അപ്പൊ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ ബില്ല് വരുമ്പോൾ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും റിഡക്ഷൻ ഒക്കെ വരുന്നുണ്ടെങ്കിൽ അതെല്ലാം കുറച്ചിട്ടാണ് അവരത് ബിൽ ചെയ്യുന്നത്. അതാണ് പറയുന്നത് റിഡ്യൂസ് കുറയ്ക്കാൻ സാധിക്കും. എന്ത് തെറ്റുകള് മെഡിക്കൽ ബില്ലുകളുടെ തെറ്റുകൾ കുറയ്ക്കാനായിട്ട് CRM വഴി സാധിക്കും എന്നുള്ളത്. Then improve communication. Improve communication എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അതിൽ പറയുന്നത്? ഇമെയിൽ ഓട്ടോമേഷൻ ഓർ SMS make sure that timely response are sent to a patient inbox after they take action in some way. അതായത് നമുക്ക് നേരത്തെ ഇൻഫോർമേഷൻസ് നമ്മൾ നേരത്തെ പറഞ്ഞു എന്തെങ്കിലുമൊക്കെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മെയിൽ വഴി നമുക്ക് SMS ഒക്കെ വഴി നമുക്ക് എന്താണ് അതിന്റെ റിസൾട്ട് ഒക്കെ അവരയക്കും. അപ്പൊ ഒരു കമ്മ്യൂണിക്കേഷൻ അവരുമായിട്ട് ആശയവിനിമയത്തിൽ എത്താനായിട്ട് സാധിക്കും. ഓക്കെ, നിങ്ങൾ ഈ റിപ്പോർട്ട് നമ്മള് ലാബിൽ പോയായിരുന്നു, ഈ റിപ്പോർട്ട് നിങ്ങൾ സെൻഡ് ചെയ്യോ നമ്മള്. അപ്പൊ അവര് എടുത്ത് നോക്കും, ആ പേഷ്യന്റിന്റെ എടുത്ത് നോക്കും, ടിക്കറ്റ് നമ്പർ എടുത്തിട്ട് നോക്കിയിട്ട് ഓക്കെ നിങ്ങളുടെ ഇൻഫോർമേഷൻസ് ഇവിടെ വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് അയച്ചു തരാം എന്നല്ല ഇൻഫോം ചെയ്യും അല്ലെ. അപ്പൊ ഒരു കമ്മ്യൂണിക്കേഷൻ ഒരു ആശയവിനിമയത്തിന് CRM വഴി സാധ്യമാക്കുമെന്ന് പറയുന്നു. അതായത് CRM കൊടുക്കുന്ന ഇതിന്റെ ഇൻഫോർമേഷൻസ് ഓക്കെ കണ്ടിന്യൂ ചെയ്യാം. അതിൽ നമുക്ക് 2 പോയിന്റ് കൂടി ഉള്ളു നോക്കാം. അതിൽ എന്താ പറയുന്നത്? നമ്മുടെ CRM കൊടുക്കുന്ന ഇൻഫോർമേഷൻസിന്റെ ബേസിലാണ് അവർക്ക് ഇമെയിൽ ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കുക. നമ്മുടെ റിസൾട്ട് ഒക്കെ അയച്ചു തരാനായിട്ട് അല്ലെങ്കിൽ SMS വഴിയൊക്കെ ആയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും വാട്സപ്പ് ആണെങ്കിലും വാട്സപ്പ് വഴിയായിട്ടാണെങ്കിലും എന്താണെങ്കിലും അവർക്ക് അയച്ചു തരാനായിട്ട് സാധിക്കും. അപ്പൊ അവര് നമ്മൾ ചോദിക്കുന്നതനുസരിച്ചിട്ട് CRM എടുത്ത് അതിൽ CRM നമ്മൾ നേരത്തെ പറഞ്ഞു ഇൻഫോം ചെയ്തു. അതിന്റെ ഒരു കുറച്ച് എക്സാമ്പിൾ കൂടി കാണിക്കുന്നുണ്ട്. കൂടി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്താണെന്നുള്ള കാര്യം. ഓക്കെ, അപ്പൊ അതിൽ എന്താ പറയുന്നത്? അതുവഴി കൊടുക്കുന്ന ഇൻഫോർമേഷൻസിന്റെ ബേസിലാണ് ഇവരെല്ലാം പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. അതാണ് കമ്മ്യൂണിക്കേഷൻ ഒരു ആശയവിനിമയം നടത്താനായിട്ട് ഇവർക്ക് സാധിക്കുന്നുണ്ട്. CRM software will allow you to segment your patients based on their health issues, location, age, gender. അതായത് എന്തെങ്കിലും നമുക്കറിയാലോ നമ്മുടേതായിട്ടുള്ള ഏജും ജെൻഡറും അങ്ങനെ സെപ്പറേറ്റ് അവരെ കുറെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അതായത് അതിൻ്റെതായ ഡീറ്റെയിൽസ് എന്തെങ്കിലും വേണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കേസിന്റെ വ്യക്തിക്ക് ചിലപ്പോൾ ബ്ലഡൊക്കെ കൊടുക്കേണ്ടതോ എന്തെങ്കിലും പെട്ടെന്ന് കേസുകൾ വരികയാണെങ്കിൽ ഇത്ര ഏജുള്ള പേഷ്യൻസ് ആണോ അല്ലെങ്കിൽ എത്ര ബ്ലഡ് ഗ്രൂപ്പ് അങ്ങനെ കുറച്ച് കാര്യങ്ങളെല്ലാം ഇവർ രേഖപ്പെടുത്തും. അപ്പൊ അത് ബേസ് ചെയ്തിട്ട് രൂപപ്പെടുത്തും പെട്ടെന്ന് തന്നെ മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇത് ഓൾസോ കണക്ട് ഫ്രണ്ട് ഓഫീസ് ആൻഡ് ബാക്ക് ഓഫീസ് ഫങ്ഷൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി നമ്മുടെ ഫ്രണ്ട് ഓഫീസിൽ വില്ലേജ് ചെന്നിട്ടാണ് ഈ പേഷ്യൻസിന്റേതായ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് കൊടുക്കുന്നത്. പക്ഷെ നമുക്കറിയാം അപ്ഡേറ്റ് ആയിട്ട് അവർ ഏതോ ഡിപ്പാർട്ട്മെന്റിനാണ് കൊടുക്കുന്നത്, ആ ഡിപ്പാർട്ട്മെന്റിലേക്ക് അവർ കണക്ട് ചെയ്ത് ഡോക്ടേഴ്സിന്റെ സേവനങ്ങളും അതേമാതിരി തന്നെ എന്തെങ്കിലും മറ്റു സേവനങ്ങളും ഉണ്ടെങ്കിലും അത് അവരുമായിട്ട് കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ഇത് കണക്ട് ഫ്രണ്ട് ഓഫീസ് ആൻഡ് ബാക്ക് ഓഫീസ് ഓഫ് ദ ഫങ്ഷൻസ്. ഇവരുടെ ഫങ്ഷൻസ് അറ്റം വരെയുള്ള ഏത് ഫങ്ഷൻസും എത്തിപ്പെടാനായിട്ട് ഇവർക്ക് ഉപയോഗപ്പെടുത്താനായിട്ട് ഫ്രണ്ട് ഓഫീസിനെ കൊടുക്കുന്ന ഈ ഇൻഫോർമേഷന്റെ ബേസിൽ സാധിക്കും എന്നുള്ളത്. ഇതെല്ലാം എന്താണ് നമ്മുടെ CRM കൊടുക്കുന്ന ഇൻഫോർമേഷൻസിന്റെ അഡ്വാൻറ്റേജസ് ആണ്, അതിന്റെ ഗുണങ്ങളാണ് പറയുന്നത്. അത് നല്ല കൃത്യമായിട്ട് കൊടുക്കുകയാണെങ്കിൽ അതനുസരിച്ച് അവർക്ക് ഡിപ്പാർട്ട്മെന്റിൽ കൊടുക്കാനായിട്ട് സാധിക്കും. ഒരു മിനിറ്റ് ഞാൻ ഈ 2 ഇതും കൂടി പറഞ്ഞിട്ട് സെക്ഷനിലേക്ക് പോകാം. അതായത് അതിന്റെ ഫോം നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. പേര് ചോദിക്കുന്നുണ്ട്. ഓക്കെ, എക്സാമിന്റെ വെയിറ്റ് ഒന്നുകൂടെ പറയാം.
അതില് എന്താ പറയുന്നത്, അതില് ഫോം ചോദിക്കുമ്പോ അതിന്റെ പേര്, അതേമാതിരി തന്നെ അഡ്രസ്, എന്താ പറയുന്നത് ജെൻഡർ എന്താണെന്നും അതേമാതിരി ഡേറ്റ്, കുറച്ച് കാര്യങ്ങളെല്ലാം കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതോടൊപ്പം തന്നെ അവർക്ക് നമ്പർ കൊടുക്കുന്നുണ്ട്, പിന്നെ ഒരു സിപ്പ് കോഡാണ് കോഡും കൂടി കൊടുക്കുന്നുണ്ട്. പിന്നെ അപ്പോയിന്റ്മെന്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇവരിങ്ങനെ കൊടുക്കുന്ന ഇൻഫോർമേഷൻസിന്റെ ഒക്കെ ബേസിൽ ഇവര് ഏത് സർവീസ്, ഏത് ഡിപ്പാർട്ട്മെന്റ് ആണെന്നൊക്കെ ഇവിടെ ചൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ തന്നെ എല്ലാ ഡിപ്പാർട്ട്മെന്റും കൂടെ ഉള്ള ആവശ്യത്തിനുള്ള സേവനത്തിനനുസരിച്ചുള്ള ഡിപ്പാർട്ട്മെന്റുകളൊക്കെ വരും. അപ്പൊ ഏത് ഡിപ്പാർട്ട്മെന്റ് ആണെന്നൊക്കെ അവര് അടിച്ചു കൊടുക്കും. അതനുസരിച്ചിട്ടാണ് പിന്നെ ഇവരുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പോകുന്നത്. അപ്പൊ CRM ഫില്ല് ചെയ്യുന്നതോടൊപ്പം തന്നെയാണ് ഈ ഇൻഫോർമേഷൻസ് ഒക്കെ കൊടുക്കുന്നത്. ഈ ഇൻഫോർമേഷൻസിന്റെ ബേസിലാണ് ഇവർ ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഇതിലേക്ക് കണക്ട് ചെയ്തു. അവിടെ കൊടുക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ കണ്ടതായിരിക്കാം, ചിലപ്പോൾ നമുക്ക് അനുഭവപ്പെട്ടതായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ കംപ്ലൈൻസ് വെച്ചിട്ടായിരിക്കാം. എന്താണെങ്കിലും അതെല്ലാം വെച്ചിട്ടാണ് ഇവർ ഈ ഇതില് ഇൻഫോർമേഷൻസ് ഒക്കെ കൊടുക്കുന്നത്. അപ്പൊ അതുമായിട്ട് കണക്ട് ചെയ്തിട്ട് അവർക്ക് പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തരാനായിട്ട് സാധ്യമാകും എന്നുള്ളതാണ് പറയുന്നത്. 7th 8th പോയിന്റ് പറയാം. CRM software will allow you segment your patients based on their health issues, location, age, gender. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി എല്ലാവരും സെഗ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിഭാഗീകരിച്ചിട്ടാണ് അവിടെ കൊടുത്തിരിക്കുന്നത് അല്ലെ. അവരുടെ പേഷ്യൻസിന്റെ ഏതായിട്ടുള്ള ഹെൽത്ത് പ്രോബ്ലംസ് എന്തൊക്കെയാണ് പ്രോബ്ലംസ് എന്നൊക്കെ പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. അപ്പം തന്നെ അതാണ് സെപ്പറേറ്റ് ഇവിടെ കൊടുക്കുന്നത് കേട്ടോ. അവിടെ സെപ്പറേറ്റ് ഇവരുടെ ആ ഒരു പ്രോബ്ലംസിനെ ബേസ് ചെയ്തിട്ടാണ് ഇവര് ഏത് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് സെലക്ട് ചെയ്തത്. അതേസമയം ഇവിടെ കുറെ കാര്യങ്ങളുണ്ട്. നമുക്ക് ഇവരുടെ പേര്, അതോടൊപ്പം തന്നെ ജെൻഡർ ആണോ, അത് ഡേറ്റും, അതോടൊപ്പം തന്നെ ഏത് ലൊക്കാലിറ്റി എന്നൊക്കെ ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ സെപ്പറേറ്റ് അവര് സ്വീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇതിൽ പറയുന്നത് ഇറ്റ് ഈസ് ഓൾസോ കണക്ട് ഫ്രണ്ട് ഓഫീസ് ആൻഡ് ബാക്ക് ഓഫീസ് ഫംഗ്ഷൻസ്. നമ്മളിവിടെ കൊടുക്കുന്ന ഫംഗ്ഷൻസിന്റെ ബേസിലാണ് നമ്മുടെ ഹോസ്പിറ്റലിന്റെ അങ്ങറ്റം വരെയുള്ള എല്ലാ സേവനങ്ങളും ഇവർക്ക് ലഭ്യമാക്കി കൊടുക്കുന്നുണ്ട്. പക്ഷെ കൊടുക്കേണ്ട ഇൻഫോർമേഷൻസ് എവിടെയാണ്? ഫ്രണ്ട് ഓഫീസിലാണ്. അതാണ് ഉദ്ദേശിക്കുന്നത്. ഇത് ഓൾസോ കണക്ട് ഫ്രണ്ട് ഓഫീസ് ആൻഡ് ബാക്ക് ഓഫീസ് ഫംഗ്ഷൻസ്. ഹോസ്പിറ്റലിന്റേതായ എല്ലാ സേവനങ്ങളും ഇവർക്ക് എന്താണോ ആവശ്യം അതെല്ലാം ഇവർക്ക് ലഭ്യമാക്കി കൊടുക്കും. ഇതിന്റെ ബേസിൽ ഫ്രണ്ട് ഓഫീസിൽ കൊടുക്കുന്ന ആ ഒരു ഇൻഫോർമേഷൻസിന്റെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ. ക്ലിയർ ആയോ? ഇതുവരേക്കുമാണ് ഞാൻ ഇത് വെക്കുന്നത്. അപ്പൊ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. അതായത് ഫ്രണ്ട് ഓഫീസിൽ കൊടുക്കുന്ന നമ്മൾ സാധാരണയായിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് 2000 ഫ്രണ്ട് ഓഫീസിൽ കൊടുക്കുന്ന ഇൻഫോർമേഷൻസ് അത് ഇത്രത്തോളം ശ്രദ്ധയോട് കൂടിയിട്ടും കൊടുക്കാൻ വേണ്ടി മനസ്സിലാക്കണം, ഓർക്കണം എന്നുള്ള കാര്യം കൂടി ഓർത്ത് വെച്ചില്ല. അതായത് നമ്മൾ കൊടുക്കുന്ന ഇൻഫോർമേഷൻസിന്റെ ബേസിലാണ് അവരുടെ ഡോക്ടേഴ്സിനൊക്കെ ഡിക്ലെയർ ചെയ്യുക. ചിലർക്ക് ഇതേമാതിരി ഇൻഫോർമേഷൻസ് ഒന്നും കൊടുക്കാതെ തന്നെ നേരെ നമ്മൾ നേരത്തെ കൂടി ആലോചിച്ചിട്ട് ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ടായിരിക്കും പോകുന്നത് അല്ലെ. അങ്ങനെയുള്ളവര് അല്ല ഉദ്ദേശിക്കുന്നത്. ചിലപ്പോ ചില അടുത്ത മൊമെന്റില് ഇന്ന പ്രോബ്ലംസ് ഒക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കി കൊടുത്തിട്ടാണ് അവർ ഡോക്ടറെ അവരായിട്ട് കോൺടാക്ട് ചെയ്തിട്ടൊക്കെ തീരുമാനമെടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഫ്രണ്ട് ഓഫീസിൽ കൊടുക്കുന്ന വിവരങ്ങളെല്ലാം കൃത്യമായി ശ്രദ്ധയോടുകൂടി കൊടുക്കേണ്ടതാണ്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്റെ പേര് സോളി, SOLY. 4th പോയിന്റ് ഒന്നുകൂടി പറയാനുണ്ട്. സേവ് ടൈം ആൻഡ് റിസോഴ്സസ്. അതാണ് നമ്മുടെ ഡോക്ടേഴ്സിന്റെ ആണെങ്കിലും എല്ലാവരെയും ഒക്കെ അപ്പൊ നമ്മുടെ ടൈം അല്ലെ, നമ്മുടെ സമയം എന്ന് പറയുന്നത് വിലപ്പെട്ടതാണ്. അപ്പൊ ഇന്ന പേഷ്യൻസ് നമുക്കുണ്ട് എന്നുള്ളത് കണ്ടിട്ടാണ് ഡോക്ടേഴ്സ് അവർക്ക് വേണ്ടിയിട്ട് തീരുമാനമെടുക്കാൻ നമുക്കറിയില്ല. നമുക്ക് ഒപ്പം ടിക്കറ്റ് ഒക്കെ തന്നത് എത്രത്തോളം പേഷ്യൻസ് ആണ് വരുന്നുണ്ട് എന്നുള്ളതനുസരിച്ച് ടൈം വരെയൊക്കെയാണ് കൊടുക്കുന്നത്. അതേസമയം അതിനോടൊപ്പം തന്നെ ആയിരിക്കും ചിലപ്പോ ചില കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യേണ്ടതൊക്കെ മീറ്റ് ചെയ്യേണ്ടതൊക്കെ വരും. അപ്പൊ ഇൻഫോർമേഷൻസ് ഒക്കെ അപ്ഡേറ്റ് ആയിട്ട് വരുന്നത് എന്താണ്? നമ്മുടെ CRM വഴിയാണ്. അപ്പൊ ആ ഇൻഫോർമേഷൻസിന്റെ ബേസിലാണ് ഇവരുടെ സമയമൊക്കെ അവര് അല്ലെങ്കിൽ ഇവരുടെ സേവനം, അവരുടെ റിസോഴ്സസ് പിന്നെ പേഷ്യൻസിന് ചിലപ്പോ സ്കാനിങ് സെന്ററിൽ കൊടുത്തിട്ടായിരിക്കും നെക്സ്റ്റ് പേഷ്യൻസ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സൗകര്യങ്ങൾ ഹോസ്പിറ്റൽ മറ്റു ഫെസിലിറ്റീസ് ഏതാണെങ്കിലും അത് ആ റിസോഴ്സസ് അതാണ് ഉദ്ദേശിക്കുന്നത്. ആ ഇതുകളെല്ലാം ഇതെല്ലാം എന്താ പറയുക മൂല്യമായ നല്ല ഉപകരണങ്ങളുടെയോ അല്ലെങ്കിൽ സേവനങ്ങളുടെയോ ഇതൊക്കെ ഉപയോഗിക്കുന്നത് എന്താണ്? ഇവര് ഈ CRM കൊടുക്കുന്ന ഡീറ്റെയിൽസിന്റെ ബേസിലാണ്. സേവ് ടൈമും അവരുടെ വിലപ്പെട്ട സമയവും ഉപയോഗിക്കുന്നത് CRM കൊടുക്കുന്ന പേഷ്യൻസിന്റെ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ്. Which doctors and nurses at your hospital or a private practice can automate their calendars with the CRM software. ഈ സോഫ്റ്റ്വെയറിൽ കൊടുക്കുന്ന ഇൻഫോർമേഷൻസിന്റെ ബേസിലാണ് അവരുടെ സേവനങ്ങളും അവരുടെ സമയങ്ങളെല്ലാം അവര് ക്രമപ്പെടുത്തി എടുക്കുന്നത്.
ഇനി എന്തെങ്കിലും ക്ലിയർ ആവണമെങ്കിൽ നമുക്ക് ക്ലോസ് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ബോറടിച്ചോ നിങ്ങള്? ഓക്കെ, താങ്ക് യു. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ബൈ.